സാമ്പത്തികമായി നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധി. ഇതിന് രണ്ടിനും ഒരു സൊല്യൂഷൻ നമുക്കിവിടെ ഉണ്ട്. അതിനുള്ളൊരു അവസരമാണ് സിൻസിനോ ഗ്ലോബൽ നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്. ഇന്ന് ലോകം മുഴുവൻ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ട്. അത് കൂടിക്കൂടി വരികയാണ്. വൈ ആശുപത്രികൾ, ഹൈടെക് ഹോസ്പിറ്റലുകൾ ഇവിടെയുണ്ട്, സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർമാർ ഇവിടെയുണ്ട്. പക്ഷേ രോഗികൾ കുറയുന്നില്ല, രോഗങ്ങൾ കുറയുന്നില്ല. വൈ? ചികിത്സ എന്ന് പറയുമ്പോൾ അതൊരു ഇൻഡസ്ട്രി ആയിട്ട് മാറിയിട്ടുണ്ട്, സർവീസ് അല്ല. എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ബഹുമാനപ്പെട്ട ശശി തരൂർ പറഞ്ഞതുപോലെ ദാരിദ്ര്യത്തിലേക്കുള്ള ദൂരം കേവലം ഒരു രോഗമാണ്. ദാരിദ്ര്യത്തിലേക്കുള്ള ദൂരം കേവലം ഒരു രോഗമാണ്. എന്ന് വെച്ചാൽ ഒരു കുടുംബത്തിൽ അസുഖം വന്നാൽ മതി, നമ്മളെ ഉണ്ടാക്കി വെച്ച ഗോപുരങ്ങളെല്ലാം, സമ്പാദ്യങ്ങളെല്ലാം ചികിത്സിച്ച് തീരാൻ. എന്നിട്ടും മതിയാവാതെ സമൂഹത്തിൽ നിന്നും യാചിക്കേണ്ട അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ. വൈ? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, വേറെ ആർക്കും വിട്ടുകൊടുക്കരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് സാമ്പത്തികപരമായി നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഈ 1 മണിക്കൂർ സബ്ജക്റ്റ് വളരെ സീരിയസ് ആയി നിങ്ങൾ കണ്ട് ഒരു മുൻവിധിയില്ലാതെ നിങ്ങൾ മനസ്സിലാക്കി വിശകലനം ചെയ്ത് നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. രോഗിയായി ചികിത്സിക്കാനാണോ പോകേണ്ടത്, ആരോഗ്യം സംരക്ഷിച്ചു നിർത്താനാണോ? ആരോഗ്യമുള്ളപ്പോൾ ആരോഗ്യം സംരക്ഷിക്കണം, രോഗം വന്നിട്ടല്ല ചികിത്സിക്കേണ്ടത്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ആൻഡ് എക്കണോമിക്കൽ ദാൻ ക്യൂർ. നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ മുന്നിലേക്ക് ഈ ആശയം, AI ടെക്നോളജി ഉപയോഗിച്ച് ഈ ഒരു ആശയം എത്തിക്കുന്ന കമ്പനിയുടെ പ്രൊഫൈലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഫസ്റ്റ് സെഷനിൽ ഇവിടെ ഞാൻ പ്രതിപാദിക്കുന്നു. ഇതൊരു സ്കാൻഡിനേവിയൻ കൺട്രിയിൽ നിന്നുള്ള ഒരു സ്വീഡിഷ് കമ്പനിയാണ്, സ്വീഡൻ ബേസ്ഡ് ഗ്ലോബൽ കമ്പനി. സ്വീഡൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ജയിലുകളിൽ ആളില്ലാത്ത രാജ്യമാണ്. ജയിലുകളിൽ ആളില്ല, അവിടെ പോലീസ് സ്റ്റേഷനുകളിൽ ആളില്ല, കുറ്റവാളികളില്ല. നമ്മുടെ കേരളം നോക്കൂ, പുറത്തു നിൽക്കുന്നതിലും കൂടുതൽ ആളുകൾ അകത്താണ് ഇപ്പോ. പുറത്ത് എത്ര പേരുണ്ടോ അതിൽ കൂടുതൽ ആളുകൾ അകത്തുണ്ട് ഇപ്പോ. ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇതെവിടെ ചെന്ന് അവസാനിക്കും? അപ്പൊ കുറ്റവാളികളില്ലാത്ത ഒരു രാജ്യം എന്ന് പറയുമ്പോൾ എത്ര ശ്രേഷ്ഠമായ ഒരു രാഷ്ട്രമാണെന്ന് നോക്കണം. അപ്പൊ സ്വീഡൻ അല്ലെങ്കിൽ സ്വീഡിഷ് കമ്പനിയാണ് സിൻസിനോ ഗ്ലോബൽ. കമ്പനി ആരംഭിക്കുന്നത് 2005. 20 വർഷം. നാസ്ഡാക്കിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കമ്പനി. നാസ്ഡാക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം, അമേരിക്കയിലെ ന്യൂയോർക്കിലെ ഏറ്റവും വലിയൊരു എക്സ്ചേഞ്ച് ആണ് ലോകത്തെ നാസ്ഡാക്ക്. അവിടെയെല്ലാം എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്ന കമ്പനികളൊക്കെ ഫേസ്ബുക്ക്, ആമസോൺ പോലുള്ള, മൈക്രോസോഫ്റ്റ് ഒക്കെ. അവിടെയാണ് 2014 സിൻസിനോ ഗ്ലോബൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. 10 വർഷം. 100-ൽ പരം രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു. ഏതാണ്ട് 113ാമത്തെ രാജ്യമായിട്ടാണ് ഇന്ത്യയിലേക്ക് അടുത്ത മാസം ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ചെയ്തിട്ടില്ല, പ്രീ ലോഞ്ചിങ് ടൈമാണ്. എന്നാൽ ഈ രാജ്യത്ത് 2.5 വർഷം മുമ്പാണ് കമ്പനി ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. 2.5 വർഷം. അപ്പൊ നമ്മൾ ആലോചിക്കും, ഇപ്പോഴാണല്ലോ നമ്മൾ കേൾക്കുന്നത്. ഞാൻ കേൾക്കുന്നതും ഇപ്പോഴാണ്, ഈ 36 ദിവസം മുമ്പാണ്. ഈ കമ്പനിയുടെ ഓഫീസ് വർക്ക് ചെയ്യുന്നത് ഡൽഹിയിലെ സ്വീഡന്റെ എംബസിയിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണം,
ഒരു രാജ്യത്ത് ആ കമ്പനി, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഡൽഹിയിലെ സ്വീഡന്റെ എംബസിയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനി എന്ന് പറയുമ്പോൾ അതിന്റെ സ്വീകാര്യത, അതിന്റെ ക്രെഡിബിലിറ്റി. അപ്പൊ 2.5 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. കമ്പനി മാർക്കറ്റ് സ്റ്റഡി നടത്തുകയായിരുന്നു. ഇവിടുത്തെ രാജ്യത്തെ ജനങ്ങൾ, അവരുടെ ആരോഗ്യസ്ഥിതി, അവരുടെ പർച്ചേസിംഗ് കപ്പാസിറ്റി, ഇവിടെയുള്ള യൂത്ത്, ഇവിടെ അനുഭവിക്കുന്ന അൺഎംപ്ലോയ്മെന്റ്, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് അവിടെയുണ്ട്. ഒരു സെക്കൻഡ്, ഞാനൊന്ന് റെക്കോർഡിങ്ങിന് വേണ്ടി നൽകുക. ഓക്കെ. അപ്പൊ നമ്മളെ സംബന്ധിച്ച്, കമ്പനിയെ സംബന്ധിച്ച് 2.5 വർഷമായിട്ട് ഇന്ത്യ രാജ്യത്തുണ്ട്. പക്ഷെ എല്ലാ മാർക്കറ്റ് സ്റ്റഡിയും കഴിഞ്ഞതിന് ശേഷമാണ് അവർ ലോഞ്ച് ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പുമായി അടുത്ത മാസത്തേക്ക് വെച്ചിരിക്കുന്നത്. ഇതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടിയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ലോകത്ത് ആരംഭിച്ചിട്ട് ഏതാണ്ട് 79 വർഷമായി. അമേരിക്കയിൽ നിന്ന് തുടങ്ങിയതാണ് 39 കാലഘട്ടം. 100-ൽ പരം രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന ആ മാർക്കറ്റിംഗ് സിസ്റ്റം, പവർഫുൾ ആൻഡ് അഗ്രസീവ് മാർക്കറ്റിംഗ് സിസ്റ്റം, ഇന്ത്യയിൽ നിയമപരമായി അംഗീകരിക്കുന്നത് ഈ കഴിഞ്ഞിടയ്ക്കാണ്. ഈ കേരള ഗവൺമെന്റ് ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം 19-ാം തീയതിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഔദ്യോഗികമായിട്ട് ഒരു പ്രൊഫഷനായിട്ട്, ഒരു വ്യവസായമായിട്ട് അംഗീകരിച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തിയത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും സിവിൽ സപ്ലൈസിന്റെ മിനിസ്റ്റർ അനിൽ കുമാർ, IAS IPS ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് ഫെബ്രുവരി മാസം 19-ാം തീയതി 5:30 മണിക്ക് ആ ഒരു പ്രോഗ്രാമിൽ സാക്ഷ്യം വഹിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളുകയാണ്. വളരെ സന്തോഷമുള്ള ഒരു കാര്യം, എത്രയോ വർഷമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ നിയമപരിരക്ഷ കൊണ്ടുവരണം, മറ്റു രാജ്യങ്ങളെ പോലെ ഇവിടെയും യഥേഷ്ടം ഒരു പ്രൊഫഷനായി എടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം എന്ന് വർഷങ്ങളായ മുഖവിലയാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ജെന്യുവിനായ ഒരു ബിസിനസ് ആണ്. അവിടെ നമ്മൾ നോക്കേണ്ടത്, ലോകത്ത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രംഗത്ത് മൊമെന്റം റാങ്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കാണിക്കുന്ന കമ്പനികൾ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തോളൂ. 4-ാം സ്ഥാനത്താണ്. 4-ാം സ്ഥാനത്ത് നിൽക്കുന്ന കമ്പനിയാണ്. ലോകത്ത് എത്രയോ കമ്പനികളുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കമ്പനിയെ സംബന്ധിച്ച് പ്രൊഫൈൽ പറയുമ്പോൾ, പൈനിയേഴ്സ് ഓഫ് ടെസ്റ്റ് ബേസ്ഡ് പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷൻ, ലോകത്താദ്യമായി ടെസ്റ്റ് ബേസ്ഡ് ന്യൂട്രീഷൻ തെറാപ്പി എന്ന ആശയം കൊണ്ടുവരുന്ന ആദ്യത്തെ കമ്പനിയാണ് സിൻസിനോ ഗ്ലോബൽ. എന്താണ് ടെസ്റ്റ് ബേസ്ഡ് ന്യൂട്രീഷൻ തെറാപ്പി? നമുക്ക് അതിലേക്ക് വരാം. നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പല കാര്യങ്ങളിലും, നമ്മുടെ ശരീരത്തിൽ രോഗമുണ്ടാകുന്നതിന്റെ പല കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം, ശരീരത്തിൽ കൃത്യമായി കിട്ടേണ്ട പോഷണങ്ങൾ, ന്യൂട്രിയൻസ് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. രോഗം വരുന്നതിന്റെ മെയിൻ കാരണം ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രിയൻസ് അല്ലെങ്കിൽ മാൾ ന്യൂട്രീഷനാണ്, പോഷകക്കുറവാണ്. അതുപോലെ നല്ല വെള്ളം, വെള്ളം എന്ന് പറഞ്ഞാൽ വെറും പച്ചവെള്ളം കുപ്പിയിലാക്കി കൊണ്ടുവരുന്ന ഡ്രിങ്കിങ് വാട്ടർ അല്ല, അതിന്റെ pH എത്രയുണ്ട്, അത് കുടിക്കാൻ യോഗ്യമാണോ, ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടാണോ എന്ന് കുടിക്കുന്നത്? അല്ല. അതുപോലെ ശരീരത്തിൽ ഉണ്ടാകുന്ന ടോക്സിൻ, പല തരത്തിലാണ് ശരീരത്തിലേക്ക് ടോക്സിൻ വരുന്നത്, അത് ശരീരത്തിൽ നിന്ന് പുറന്തള്ളണം, ഡിറ്റോക്സിഫിക്കേഷൻ. അപ്പൊ അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ കൊണ്ട് ശരീരം ഇന്ന് ഇൻബാലൻസാണ്. അടിസ്ഥാനപരമായി ഒരു മനുഷ്യന്റെ രോഗകാരണം സെല്ലുലാർ മിസ്ഫങ്ഷനാണ്, അല്ലെങ്കിൽ മാൾ ഫങ്ഷനാണ്, കോശങ്ങളുടെ തകരാറാണ്. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ട്രില്യൺ സെല്ലുകൾ കൊണ്ടാണ് ഒരു മനുഷ്യൻ ഉണ്ടാക്കിയിരിക്കുന്നത്, ശതകോടി. ആ സെല്ലുകളാണ് ടിഷ്യൂസായി മാറുന്നതും, ഈ ടിഷ്യൂസ് ആണ് ഓർഗൻസ് ആയി മാറുന്നതും, ഒരു ഹ്യൂമൻ ബോഡിയായി മാറുന്നു. അപ്പൊ അടിസ്ഥാനപരമായി ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കോശങ്ങളാണ്. ഓരോ കോശങ്ങൾക്കും വ്യത്യസ്തമായ സ്വഭാവങ്ങളുണ്ട്. കോശങ്ങൾ ഡെഡ് ആകുന്നുണ്ട്, പുനർജീവിക്കുന്നുണ്ട്, റിജനറേറ്റ് ചെയ്യുന്നുണ്ട്, ഉണ്ടാകുന്നുണ്ട്.
പുതിയതായി നിർമ്മിക്കപ്പെടുന്നുണ്ട്, വിഭജിക്കപ്പെടുന്നുണ്ട്. ഇതെല്ലാം നടക്കുന്നുണ്ട് ഇവിടെ, സെക്കൻഡുകൾ വെച്ച് നടക്കുന്നുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ പരിരക്ഷ കൊടുക്കേണ്ടത് എവിടെയാണ്? കോശങ്ങൾക്കാണ്. നമ്മൾ വെള്ളം കുടിക്കുമ്പോഴും കോശങ്ങൾക്കാണ് കിട്ടുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിലൂടെ പോഷകങ്ങൾ കിട്ടേണ്ടത് കോശങ്ങൾക്കാണ്. ഓക്സിജൻ കിട്ടേണ്ടത് കോശങ്ങൾക്കാണ്. കോശങ്ങൾ ശ്വസിക്കുന്നുണ്ട്, സെൽ റെസ്പിറേഷൻ. ശ്വസിക്കുമ്പോൾ അത് ടോക്സിൻസ് പുറത്തുവിടുന്നുണ്ട്. അങ്ങനെയുള്ള ടോക്സിൻസും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും ശ്വസിക്കുന്ന വായുവിലൂടെയും കഴിക്കുന്ന മരുന്നുകളിലൂടെയും എന്തിന് നെഗറ്റീവായി ചിന്തിക്കുന്നത് പോലും ടോക്സിൻ Recording in progress. പ്രവർത്തനങ്ങൾ കറക്റ്റായിട്ട് നടക്കണം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം, അടിസ്ഥാനപരമായി കോശങ്ങളുടെ തകരാറാണ്. അതായത് കോശങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് എസൻഷ്യൽ ഫാറ്റി ആസിഡ് കൊണ്ടാണ്. അതിൽ പ്രധാനപ്പെട്ടത് omega-3, അതുപോലെ omega-6. അതിന്റെ റേഷ്യോ 1:1 or 1:3. നിർഭാഗ്യവശാൽ നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണം മുഴുവനും 99% omega-6 ആണ് നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്നത്. omega-6 എന്ന് പറയുന്നത് പ്രോ ഇൻഫ്ലമേറ്ററിയാണ്. omega-3 എന്ന് പറയുന്നത് ആന്റി ഇൻഫ്ലമേറ്ററിയാണ്. ശരീരത്തിൽ എന്തെങ്കിലും ഒരു ക്ഷതമുണ്ടാകുമ്പോഴോ ഏതെങ്കിലും ഒരു ബാക്ടീരിയ ശരീരത്തിൽ വരുമ്പോഴോ omega-6 ആണ് അതിനെ പ്രതിരോധിക്കുന്നത്. അവിടെ നീർക്കെട്ടുണ്ടാക്കും, ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. അത് അപ്പൊ തന്നെ പോണം. ആ പ്രവർത്തനം കഴിഞ്ഞാൽ ആ യുദ്ധ പടയാളികൾ അപ്പൊ തന്നെ പോണം. പക്ഷെ ശരീരത്തിൽ നിലനിൽക്കും. അവിടെയാണ് അപകടം. അവിടെയാണ് omega-3 എന്ന് പറയുന്ന എസൻഷ്യൽ ഫാറ്റി ആസിഡ് നമ്മുടെ ഭക്ഷണത്തിലൂടെ ലഭിച്ചേ പറ്റൂ. നമ്മൾ അഡീഷണലി കൊടുത്തേ പറ്റൂ. ആ omega-3 കുറയുകയും omega-6 കൂടുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇംബാലൻസ് ആണ് നമ്മളിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സെൽ എന്ന് പറഞ്ഞാൽ അതിന്റെ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി, ഇന്റഗ്രിറ്റി എന്നാണ് നമ്മൾ പറയുന്നത്. മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി അത് omega-6 omega-3 കോമ്പിനേഷനാണ്. ഇത് omega-3 കുറയുകയും omega-6 കൂടുകയും ചെയ്യുമ്പോൾ ആ മെംബ്രെയിൻ റിജിഡ് ആവും. കട്ടി കൂടിയ ആവരണങ്ങൾ ഉണ്ടാവും സെല്ലുകളിൽ. ഈ കട്ടികൂടിയ ആവരണങ്ങളിലേക്ക് വെള്ളത്തിന്റെ ആഗിരണശേഷി ഉണ്ടാവില്ല. കഴിക്കുന്ന പോഷണങ്ങൾ, ഭക്ഷണത്തിലൂടെ പോഷണത്തിന്റെ ആഗിരണശേഷി ഉണ്ടാവില്ല. ഓക്സിജൻ ഉണ്ടാവില്ല. ഡയബറ്റിക് ആവുന്ന ആളുകൾക്ക് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും അതിന് പെനട്രേറ്റ് ചെയ്ത് സെല്ലുകളിൽ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല. അതിന്റെ റിസപ്റ്റേഴ്സ് എല്ലാം ബ്ലോക്ക് ആവും. സെല്ലുകളിൽ ഉള്ളിലുണ്ടാകുന്ന ആ ഫയർ, അവിടെ ഉണ്ടാകുന്ന ടോക്സിൻ പുറത്തേക്ക് പോകാനും നിർവാഹമില്ലാണ്ടാവും. സെൽ മെംബ്രെയിൻ റിജിഡ് ആവും. അത് കറക്റ്റ് ആയിട്ട് സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ omega-3 omega-6 കോമ്പിനേഷൻ അത് 1:1 ആണ് യഥാർത്ഥത്തിൽ വേണ്ടത്. പക്ഷെ 1:3 എങ്കിലും കിട്ടിയില്ലെങ്കിൽ ഇൻബാലൻസ് ആവും. അത് 3 എന്നുള്ളത് 6 ആയിക്കോട്ടെ, 10 ആയിക്കോട്ടെ, 20 ആയിക്കോട്ടെ, 80 ആയിക്കോട്ടെ, 90 ആയിക്കോട്ടെ, അത് കൂടുന്തോറും നമ്മുടെ ആരോഗ്യസ്ഥിതി വളരെ ക്രിട്ടിക്കലായി മാറും. അപ്പൊ നമ്മുടെ റെഡ്യൂസ്ഡ് ബ്രെയിൻ ഫങ്ഷൻ, ഹെയർ ക്വാളിറ്റി, അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഈ പറയുന്ന സെല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ ഓർഗനും സെപ്പറേറ്റ്, ഓരോ വ്യത്യസ്തമായ, അതെല്ലാം ഡിസ്ഫങ്ഷൻ ഉണ്ടാവും, പ്രവർത്തനരഹിതമാവും. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ ഓരോ കാലഘട്ടത്തിലും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചിരുന്ന ഭക്ഷണത്തിലൂടെ നമുക്ക് കിട്ടേണ്ട ആ omega-3, എസെൻഷ്യൽ ആയിട്ടുള്ള omega-3 ഫാറ്റി ആസിഡ് നമുക്ക് ലഭിച്ചിരുന്നു. പക്ഷെ ഇപ്പോ ഈ കാലഘട്ടത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ അതൊന്നും കൃത്യമായി ലഭിക്കാതെ വന്നതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ആ സെല്ലിന്റെ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി നഷ്ടപ്പെട്ട് അത് റിജിഡായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ സംഭവ വികാസമാണ് ഇവിടെ കൃത്യമായി കാണിച്ചിരിക്കുന്നത്. അത് ആവറേജ് 1:3 അല്ലെങ്കിൽ 1:2 ഏതായാലും 1 കിട്ടില്ല. 1:3 എങ്കിലും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കാര്യം അപകടത്തിലാണ്. പല രോഗവും വരും. അതായത് അടിസ്ഥാനപരമായ കോശങ്ങൾക്ക് തകരാറ് സംഭവിച്ചാൽ ടിഷ്യൂസിനെയും ഓർഗൻസിനെയും ഹ്യൂമൻ ബോഡിയെയും ബാധിക്കും. ഒരു മനുഷ്യൻ രോഗിയായി മാറും. അങ്ങനെ മാറാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ചിന്തിക്കേണ്ടത്? The doctor of the future is the patient. The doctor of the future is the patient. ഇന്നത്തെ രോഗിയാണ് നാളത്തെ ഡോക്ടറായി മാറാൻ പോകുന്നത്. എന്ന് വെച്ചാൽ
ഡോക്ടർ ചെയ്യേണ്ട പരിരക്ഷ നമ്മൾ ഏറ്റെടുക്കണം എന്നാണ് അർത്ഥം. നമ്മുടെ ആരോഗ്യ സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്വം. ഇത് വിട്ടുകൊടുക്കരുത് ആർക്കും. നമ്മുടെ ആരോഗ്യം മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കരുത്. ആശുപത്രിയിലേക്കോ ഡോക്ടർമാരുടെ മുമ്പിൽ പോയിരിക്കാൻ ഇടവരുത്തരുത്. നമ്മുടെ ആരോഗ്യം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. നമ്മുടെ ശരീരം എന്താണ്, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കൃത്യമായി നമുക്കറിയാൻ പറ്റിയ, നമ്മുടെ ശരീരത്തിൽ എന്ത് കുറവാണ് ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാൻ പറ്റിയ, അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ നമുക്ക് ആരോഗ്യം സംരക്ഷിച്ചൂടെ? മെഡിക്കൽ ബില്ലില്ലാതെ ജീവിച്ചൂടെ? അതാണ് ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ആരോഗ്യ സംരക്ഷണം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമായിട്ട് കാണണം, അല്ലെങ്കിൽ അടുത്ത തലമുറ നശിച്ചു വരും. വേറൊന്നുകൊണ്ടല്ല, ഇവിടെ ആശുപത്രിയും ഡോക്ടർമാരെല്ലാം ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കൃത്യമായ ഒരു ധാരണയോടുകൂടി ഈ ഇൻഡസ്ട്രി പ്രവർത്തിക്കുന്നു. ഇത് അമേരിക്കയിൽ നിന്നുള്ള ഒരു ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് സ്ഥാപനം, ആരോഗ്യരംഗമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഇൽനെസ് ഇൻഡസ്ട്രിയിൽ, രോഗം വന്ന് ചികിത്സിക്കാനുള്ള ഇൻഡസ്ട്രിയിൽ കേരളത്തിലെ അറിയപ്പെടുന്ന 2-3 ഹോസ്പിറ്റലിൽ 18,000 കോടിയാണ് നിക്ഷേപിച്ചേക്കുന്നത്. 18,000 കോടി. ഈ 18,000 കോടി വെറുതെ നിക്ഷേപിച്ചേക്കണതല്ല ഈ ആശുപത്രികളിൽ, അത് ബിസിനസ് ആക്കി കാശുണ്ടാക്കാൻ വന്നേക്കണവരാ. അവർക്കറിയാം ഇവിടെ ഏറ്റവും നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഇനി ആശുപത്രിയിലാണ്. കാരണം രോഗികൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ രോഗികളെല്ലാം ഞങ്ങളുടെ അടുത്ത് വരും, നമുക്ക് ശരിക്കും കൊയ്യാം. അതാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തുന്നു സിൻസിനോ, ലോകത്താദ്യമായി ടെസ്റ്റ് ബേസ്ഡ് ന്യൂട്രീഷൻ. നമ്മുടെ ശരീരത്തിലെ അടിസ്ഥാനപരമായ കോശങ്ങളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത്, അതും ഡ്രൈ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത്, നമ്മുടെ രോഗകാരണത്തെ അല്ലെങ്കിൽ ആ സെല്ലുലാർ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ മാൽഫങ്ഷൻ ഉണ്ടായതിനെ അത് കറക്റ്റ് ചെയ്ത്, അതിനെ ബാലൻസ് ചെയ്ത്, ആ omega-3 omega-6 ആ റേഷ്യോ കറക്റ്റ് ചെയ്ത്, ആ സെല്ലിന്റെ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി കറക്റ്റ് ചെയ്ത്, ആരോഗ്യപരമായ സെല്ലുകളെ, ഹെൽത്തി സെല്ലുകളെ ഉണ്ടാക്കിയാൽ, അത് കൃത്യമായി കണ്ടുപിടിച്ച് ആ ഹെൽത്തി സെല്ലുകളെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റും. അതിനുള്ളൊരു ടെസ്റ്റാണ് ലോകത്താദ്യമായി സിൻസിനോ അവതരിപ്പിക്കുന്നത്. നമ്മളിപ്പോ സാധാരണ വീടുകളിൽ നമുക്ക് ഗ്ലൂക്കോമീറ്റർ വെച്ചിട്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട്, റാൻഡം ടെസ്റ്റ് എന്ന് പറയും. അത് ആക്യുറസി ഉണ്ടാവില്ല, കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അനുസരിച്ച് വേരിയേഷൻ ഉണ്ടാവാം. ഡെയിലി പരിശോധിക്കുന്നവരുണ്ട്, വീട്ടിൽ വെച്ച് തന്നെ പരിശോധിക്കും ഗ്ലൂക്കോമീറ്റർ. ഇവിടെ നമുക്ക് ആദ്യം കമ്പനി തരുന്ന ഒരു ടെസ്റ്റ് കിറ്റാണ്. നിങ്ങൾ ഈ സ്ലൈഡിൽ കാണുന്ന പോലെ ഒരു ടെസ്റ്റ് കിറ്റാണ്. ഒരു CD ഒക്കെ നമ്മൾ മുമ്പ് കൊണ്ടുവന്നിരുന്ന ഒരു കവർ പോലെ ഇരിക്കുന്ന ഒരു ബോക്സ് ആണ്. അതിനകത്ത് 2 നീഡിലുണ്ടാകും, അതുപോലെ സാനിറ്റൈസ് ചെയ്യാനുള്ള ഉപകരണങ്ങൾ ഉണ്ടാകും, ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാകും, ഒരു കളക്റ്റിംഗ് യൂണിറ്റ് ഉണ്ടാകും, ഒരു പൗച്ച് ഉണ്ടാകും മെറ്റാലിക്, ഒരു എൻവലപ്പ് ഉണ്ടാകും. ഇത്രയും സാധനങ്ങൾ ആ ബോക്സിൽ ഉണ്ടാവും. ഇത് കമ്പനി നമുക്ക് തരുന്നത്, നമ്മൾ ഈ 2 തുള്ളി ബ്ലഡ് ഈ കളക്ഷൻ യൂണിറ്റിലേക്ക് ഡ്രോപ്പ് ചെയ്ത് അതൊന്ന് ഡ്രൈ ആയതിനു ശേഷം ആ കളക്റ്റിംഗ് യൂണിറ്റിലേക്ക് വെച്ച്, ആ മെറ്റാലിക് കളക്റ്റിംഗ് യൂണിറ്റിലേക്ക് വെച്ച് ഒരു ID അതിനകത്തുണ്ടാവും, യൂണിക് ID. നമ്മുടെ പേരോ ഊരോ ഒന്നും ഉണ്ടാവില്ല, അഡ്രസ് ഒന്നും ഉണ്ടാവില്ല അതിനകത്ത്. ആകെ ഒരു യൂണിക് ID ഉണ്ടാവും, നമ്പർ. അത് നമ്മൾ നോട്ട് ചെയ്ത് ഫോട്ടോ എടുത്ത് വെച്ചേക്കണം. എന്നിട്ട് ഇത് ആ പൗച്ചിലാക്കി അതിനകത്തുള്ള ഒരു എൻവലപ്പ് ഉണ്ട്, അതിനകത്ത് അഡ്രസ് കൊടുത്തിരിക്കുന്നത് പ്രിന്റഡ് ആണ്, ഡൽഹിയിലെ ഓഫീസിൽ അഡ്രസ്സാണ്. നമ്മൾ പോസ്റ്റ് ഓഫീസിൽ ചെന്ന് ഈ ഒരു ചെറിയ പാക്കറ്റ് പോസ്റ്റ് ഓഫീസിൽ കൊടുത്താൽ തൂക്കി നോക്കി പറയും 5 രൂപ സ്റ്റാമ്പ് വേണം. ഞാൻ അയച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ പറയുന്നത്. കാര്യം കൂടി വന്ന 5, 6, 10 പേര് പരിശോധിച്ചിട്ടില്ല ഇവിടെ കേരളത്തിൽ. ആ പോസ്റ്റ് ഓഫീസിൽ നിന്ന് 5 രൂപ സ്റ്റാമ്പ് പൊട്ടിച്ച് ആ പോസ്റ്റ് ബോക്സിലേക്ക് നിങ്ങൾ നിക്ഷേപിക്കുക. ഇത് നേരെ പോകുന്നത്, അതിനകത്ത് പ്രിന്റഡ് അഡ്രസ് ഉണ്ട്, നേരെ ഡൽഹിയിലെ ഓഫീസിലേക്കാണ്, സിൻസിനോയുടെ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നേരെ ഷിപ്പിംഗ് നേരെ നോർവേയിലുള്ള ഓസ്ലോയിലേക്കാണ്. ആ ഓസ്ലോയിലേക്കാണ് നമ്മൾ ഇതിന്റെ ഈ ഡ്രൈ ബ്ലഡ് ചെല്ലുന്നത്. ഏതാണ് ഈ ലാബ് എന്ന് നിങ്ങൾക്കറിയാമോ?
ഓസ്ലോയിലുള്ള വിറ്റാസ് അനലിറ്റിക് ലാബ് എന്ന് പറയും. വിറ്റാസ് നിങ്ങൾക്ക് നെറ്റിൽ നോക്കിയാൽ കിട്ടും. ഈ വിറ്റ എന്ന് പറയുന്ന അനലിറ്റിക് ലാബിന്റെ പ്രത്യേകത, ഇത് ലോകാരോഗ്യ സംഘടനയുടെ WHO ഒഫീഷ്യൽ പാർട്ട്ണർ ലാബാണ്. 30ഓളം യൂണിവേഴ്സിറ്റികളെ റെപ്രസെന്റ് ചെയ്യുന്ന ലാബാണത്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് കാംബ്രിഡ്ജ് UK, കിങ്സ് കോളേജ് ഓഫ് ലണ്ടൻ, ഇങ്ങനെ തുടങ്ങിയുള്ള 30ഓളം യൂണിവേഴ്സിറ്റികളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ലാബാണ്. തീർന്നില്ല. ഒളിമ്പിക്സ് പോലെയുള്ള ഇന്റർനാഷണൽ സ്പോർട്സ് താരങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് എന്നുകൂടി പറയുമ്പോൾ ഈ ലാബിന്റെ പ്രത്യേകതയും അതിന്റെ നിലവാരവും അല്ലെങ്കിൽ ക്രെഡിബിലിറ്റിയും നിങ്ങൾക്ക് ബോധ്യമായി കാണും. ഇത് AI ടെക്നോളജി ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് ആളുകളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റിയാണ്, ലോകോത്തര നിലവാരമുള്ള ഫെസിലിറ്റിയുള്ള ഈ ലാബിൽ നടക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്. ഡ്രൈ ബ്ലഡ് ആണ്. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ, കമ്പനി 21 ദിവസമാണ് പറയുന്നതെങ്കിലും ഞാൻ പറയുന്നു 1 മാസം, അതിനുള്ളിൽ നമ്മുടെ മെയിൽ ID കൊടുത്തിട്ടുണ്ടാവും. അതിനാണ് ആ മെയിൽ IDയിലേക്ക് ഏതാണ്ട് 20-25 പേജുള്ള ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് വരും. എന്ന് വെച്ചാൽ നിങ്ങളുടെ അടിസ്ഥാനപരമായ കോശത്തിന്റെ തകരാറ് എന്താണ്, എന്തിന്റെ കുറവുകളാണ് നിങ്ങളുടെ ശരീരത്തിലുള്ളത്, ആ കുറവുകളെ കൃത്യമായി സ്പെസിഫൈ ചെയ്ത് അതിന്റെ ഡയറ്ററി മോണിറ്ററിംഗ് വരെ, നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ് വരെ അതിൽ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ട് സജഷൻസ് എല്ലാം ആ പേജിലുണ്ടാവും. ഇത് നിങ്ങൾ കൊണ്ടുപോയി ഒരു അലോപ്പതി ഡോക്ടറെയോ ഒരു ആശുപത്രിയിലോ കൊണ്ടുപോയി കാണിച്ചാൽ, വിറ്റാസ് ലാബിൽ നിന്നാണെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ അദ്ദേഹം സംസാരിക്കില്ല. കാരണം ലോകത്തെ ആധികാരികമായ ഒരു ലാബിലെ ടെസ്റ്റ് റിപ്പോർട്ടാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. ഇത് മുംബൈയിൽ ഉണ്ടെന്നറിയുന്നു. 35,000 രൂപയാണ് അതിന്റെ ടെസ്റ്റ്. അതിന്റെ ആക്യുറസിയും കുറവായിരിക്കും. പക്ഷെ ഇത് ലോകോത്തര നിലവാരമുള്ള വിറ്റാസ് അനലിറ്റിക് ലാബിലെ ടെസ്റ്റ് റിപ്പോർട്ടാണെന്ന് ഓർക്കുക. നമ്മൾ ആ ടെസ്റ്റ് റിപ്പോർട്ട് കിട്ടിയാൽ ഉടനെ തന്നെ കമ്പനി നമുക്ക് തരുന്ന രണ്ടാമത്തെ, അതായത് ടെസ്റ്റ് കിറ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ് കമ്പനിയുടെ. അതിന്റെ കൂടെ നമുക്ക് 40-ൽ പരം പ്രോഡക്റ്റുകൾ ന്യൂട്രാസ്യൂട്ടിക്കൽ ഡിവിഷനിൽ വരുന്ന പ്രോഡക്റ്റുകൾ നിലവിലുണ്ട്. അതിൽ 5 പ്രോഡക്റ്റാണ് ഇന്ത്യ രാജ്യത്ത് ഈ പ്രീ ലോഞ്ച് ടൈമിൽ പോലും ഇവിടെ എത്തിയിട്ടുള്ളത്. ലോഞ്ചിങ് അടുത്ത മാസം കഴിഞ്ഞാൽ നിരവധി ഉൽപ്പന്നങ്ങൾ 1 by 1 ആയി ഈ രാജ്യത്തേക്ക് വരും. ഇപ്പൊ 44 പ്രോഡക്റ്റാണ് കമ്പനിക്ക് സെൻസിനോവിലുള്ളതെങ്കിൽ അമേരിക്കയിലെ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി, അറിയപ്പെടുന്ന ഒരു വലിയ കമ്പനി, വർഷങ്ങളായിട്ടുള്ള കമ്പനി സോർവിറ്റോ, ആ കമ്പനിയുടെ ഏതാണ്ട് 40-50ഓളം പ്രോഡക്റ്റ് ആ കമ്പനിയെ ടേക്ക് ഓവർ ചെയ്തു എന്നുള്ളതാണ് സെയിൽസിൽ. അപ്പൊ ഇപ്പൊ മിക്കവാറും ഒരു 100 പ്രോഡക്റ്റുമായിട്ടായിരിക്കും ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകും, വെറൈറ്റി. അപ്പൊ നമുക്കിപ്പം ലഭ്യമായിട്ടുള്ളത് ബാലൻസ് ടെസ്റ്റ്, അതുപോലെ ബാലൻസ് ഓയിൽ അല്ലെങ്കിൽ അസന്റ് ഓയിൽ എന്ന് പറയും, അതുപോലെ സിംബയോട്ടിക്, കൊളാജൻ ബൂസ്റ്റർ, ഗട്ട് ഹെൽത്തിനുള്ള പ്രോഡക്റ്റ്, സ്കിൻ സിറം, ഇങ്ങനെയുള്ള 4-5 പ്രോഡക്റ്റ് ആണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട മാസ്റ്റർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സിൻസിനോ അസന്റ് ഓയിലാണ്. ഇതാണ് താരം. ഇതിനകത്ത് 60% പ്യുവർ ഹൈ ഗ്രേഡ് ഫിഷ് ഓയിൽ ഫ്രം സ്മോൾ സസ്റ്റൈനബിളി വൈൽഡ് കാട്ട് ഫിഷ്, 40% പ്രീ ഹാർവസ്റ്റർ പ്രീമിയം എക്സ്ട്രാക്ട് ഫ്രം വെർജിൻ ഒലിവ് ഓയിൽ, അതുപോലെ വൈറ്റമിൻ D, വൈറ്റമിൻ D3, വൈറ്റമിൻ E, അതുപോലെ പോളിഫിനോയിൽസ്, ഗ്രേപ്പിന്റെ സ്വീഡിന്റെ എക്സ്ട്രാക്ട് തുടങ്ങി 21ഓളം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. അങ്ങനെയുള്ള ഒരു ബ്ലെൻഡ് ആണ് 300 ml ഉള്ള ഈ ബോട്ടിലിൽ ഉള്ളത്. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഫുഡ്, ഒരു മനുഷ്യ ശരീരത്തിന്റെ സെല്ലുകൾക്ക് ആവശ്യമുള്ള കംപ്ലീറ്റ് ഫുഡ് അതിനകത്തുണ്ട്. അതിനെ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ട ആ omega-3 omega-6 അതിന്റെ റേഷ്യോ കറക്റ്റ് ആക്കി നമുക്ക്. ഇത് 300 ml ആണ്. 1 കിലോ വെയിറ്റ് ഉള്ള വ്യക്തി 0.15 mg ആണ് കഴിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ 70 kg ആണ്, 70 കിലോ. എനിക്ക് 10 ml മതി. അത് വെയിറ്റ് അനുസരിച്ച് ചെറിയ വേരിയേഷൻ ml വ്യത്യാസം വരാം
എന്തെങ്കിലും ആവറേജ് 10 ml ഒരു ദിവസം കഴിച്ചാൽ മതി. ഭക്ഷണത്തോടൊപ്പം കഴിക്കാം, അല്ലാതെയും കഴിക്കാം. അപ്പോ ഈ ഒരു കംപ്ലീറ്റ് ഫുഡായ ഈ പറയുന്ന 21ഓളം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അടങ്ങിയ ഈ ബ്ലെൻഡ് നമ്മൾ ശരീരത്തിനകത്തേക്ക് ചെന്നാൽ സെല്ലുലാർ ലെവലില് അതിന്റെ പ്രവർത്തനം, അതിന്റെ ഫങ്ഷൻ ഇംപ്രൂവ് ചെയ്യുകയും അതിന്റെ ആ ഫ്ലൂയിഡിറ്റി അല്ലെങ്കിൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി അത് കറക്റ്റ് ആവുകയും ആഗിരണശേഷി കൃത്യമായി കിട്ടും, ഹെൽത്തി സെല്ലുകൾ ഉണ്ടാവുകയും ടോക്സിൻസ് എല്ലാം വെള്ളം കുടിക്കുമ്പോൾ പുറത്തേക്ക് പോവുകയും അല്ലെങ്കിൽ ഡിറ്റോക്സിഫിക്കേഷൻ നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇവിടെ നമുക്ക് കിട്ടുന്ന ഓരോ ഉൽപ്പന്നങ്ങളും അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള സോഴ്സിൽ നിർത്തിയിരിക്കുന്നതാണ്. ഇത് കൃത്യമായി 120 ദിവസത്തേക്കുള്ളതാണ്. 4 എണ്ണമാണ് നമുക്ക് കിട്ടുന്നത്. ഒരു സിംഗിൾ വ്യക്തിക്ക്, ഒരു വ്യക്തിക്ക് 2 ടെസ്റ്റ് കിറ്റ് കിട്ടും. അതെന്തിനാണ്? ആദ്യം നിങ്ങൾക്ക് ടെസ്റ്റ് കിറ്റ് കഴിഞ്ഞാൽ ആദ്യം തന്നെ ബോക്സ് തുറന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ബ്ലഡും ഡ്രൈ ബ്ലഡും എടുത്തിട്ട് നേരെ ഡൽഹി ഓഫീസിലേക്ക് വിടുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന 4 പ്രോഡക്റ്റ്, ഒരു വ്യക്തിക്കുള്ള 4 പ്രോഡക്റ്റ്, 4 ബോട്ടിൽ, അത് നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് ഉണ്ടാവും ഒരെണ്ണം. അതായത് 300 ml എന്ന് പറയുമ്പോൾ 10 ml വെച്ച് കഴിച്ചാൽ 30 ദിവസത്തേക്കുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ 2 മാസത്തേക്കൊക്കെ ഉണ്ടാവും. അങ്ങനെ 4 മാസം അല്ലെങ്കിൽ 120 ദിവസം കൃത്യമായി നമ്മൾ കഴിച്ചതിന് ശേഷം വീണ്ടും ടെസ്റ്റിന് അയക്കാം. എന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടാം. ആദ്യം നമ്മുടെ ടെസ്റ്റ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞല്ലോ, ഒരു മാസത്തിനുള്ളിൽ നമുക്ക് കിട്ടിയല്ലോ. പിന്നെ 4 മാസം കഴിഞ്ഞ് വീണ്ടും ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് വരുമ്പോൾ ഇത് ബാലൻസ് ആയി പോയിട്ടുണ്ടാകും എന്നാണ് പറയുന്നത്. ബാലൻസ് ആയിട്ടുണ്ടാകും. അതായത് ഒരു സ്വീഡിഷ് കമ്പനി, 20 വർഷമായ കമ്പനി, 113 രാജ്യത്തുള്ള കമ്പനി, ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്ന കമ്പനി പറയുന്നു, നിങ്ങളെ 120 ദിവസം കൊണ്ട് അത് കറക്റ്റ് ചെയ്തു തരാം എന്ന് പറഞ്ഞാൽ അത് പ്രോമിസ് ചെയ്യുന്ന കമ്പനി എന്താണെന്ന് നിങ്ങളൊന്ന് പരിശോധിക്കും. ഇതൊരു ലോക്കൽ കമ്പനി അല്ലല്ലോ. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, വി ക്യാൻ ബ്രിങ് യു ബാക്ക് ഇൻ ടു ബാലൻസ് 120 days. 120 ദിവസം കൊണ്ട് കറക്റ്റ് ചെയ്ത് തരാം. ഇനി വരാൻ പോകുന്നത് HbA1c ടെസ്റ്റ് ആണ്. നിങ്ങളൊന്ന് ചിന്തിക്കണം. HbA1c ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് ആയ ഒരാളെ 3-4 മാസത്തെ അവലോകന റിപ്പോർട്ട് നോക്കിയിട്ടാണ് ഡോക്ടർമാർ മരുന്ന് എഴുതുള്ളൂ. അല്ലാണ്ട് ഡെയിലി നോക്കിയിട്ടുള്ള ഒരു ടെസ്റ്റ് അല്ല. ആ HbA1c ടെസ്റ്റ് എഴുതിയാൽ ഈ കേരളക്കരയായി രക്ഷപ്പെടും. കാരണം ഏറ്റവും കേരളമാണ്. ജീവിതശൈലി രോഗങ്ങളുടെ ഈറ്റില്ലമാണ് കേരളം. വിദ്യാഭ്യാസം കൊണ്ട് മുന്നിലാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഹാർട്ട് അറ്റാക്കിന്റെ തലസ്ഥാനം, ക്യാൻസറിന്റെ തലസ്ഥാനം, ഡയബറ്റീസിന്റെ തലസ്ഥാനം, വിഷം തീനികളുടെ കേരളം, മരുന്ന് തീനികളുടെ കേരളം, ഇതൊക്കെയല്ലേ കേരളത്തിന് കിട്ടിയിരിക്കുന്ന പേര്. എന്നിട്ട് ഇവിടെ രോഗികൾ കുറയുന്നില്ല, രോഗം കുറയുന്നില്ല, എന്തൊക്കെ സൗകര്യം ഉണ്ടെന്ന് ഇവിടെ അഭിമാനം വെച്ച ആളുകൾ പറഞ്ഞാലും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമുക്ക് എന്തൊക്കെയാണ് ഇതുകൊണ്ട് ഗുണം കിട്ടുക? നോർമൽ ബ്രെയിൻ ഫങ്ഷൻ, നോർമൽ ഹാർട്ട് ഫങ്ഷൻ, നോർമൽ ഇമ്മ്യൂൺ സിസ്റ്റം, നോർമൽ വിഷൻ, നോർമൽ ടീത്ത്, നോർമൽ ബ്രെയിൻ ഡെവലപ്മെന്റ് ഓഫ് ദ ഫീറ്റസ് ആൻഡ് ബ്രെയിൻ ബ്രസ്റ്റ് ഫീഡിംഗ് ഇൻഫാൻസ്. ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യ സംരക്ഷണത്തിന് ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് ഇല്ല. അതായത് omega-3 ഈ പറയുന്ന കോമ്പിനേഷൻ ഇല്ല എന്നാണ് അവിടെ പറയുന്നത്. കുട്ടികൾക്ക് സാധാരണ സപ്ലിമെന്റുകൾ കുട്ടികൾക്ക് കൊടുക്കരുതെന്നാ പറയുന്നത്. പാലൂട്ടുന്ന അമ്മമാർക്ക് കൊടുക്കരുതെന്നാ പറയണേ. ഗർഭിണികൾക്കൊട്ടും കൊടുക്കരുതെന്നാ പറയണേ. ഇത് കൊടുക്കാനാ പറയണേ. നോർമൽ ബോൺ സ്ട്രക്ചർ, ഓക്സിഡേറ്റീവ് സ്ട്രെസ്, നോർമൽ ബ്ലഡ് ഷുഗർ, നോർമൽ സെൽ ഡിവിഷൻ, നോർമൽ ബ്ലഡ് ട്രൈഗ്ലിസറൈഡ് ലെവൽ, ഇങ്ങനെ 18ഓളം ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഈ 18നും ഇന്ന് ചികിത്സിക്കുന്നില്ലേ പലരും? എന്നെ കേൾക്കുന്നവര് ഈ 18 അസുഖങ്ങളാണ് സുഹൃത്തിയത്. ഈ 18 അസുഖത്തിനും ചികിത്സിച്ചുകൊണ്ടിരിക്കുക. ജീവിതകാലം മുഴുവൻ മരുന്നിനാ. ഇതിനൊരു പരിഹാരം വേണ്ടേ? അവിടെയാണ് AI ടെക്നോളജി ഉപയോഗിച്ച് ടെസ്റ്റ് ബേസ്ഡ് ന്യൂട്രീഷൻ തെറാപ്പി ലോകത്തേക്ക് ആദ്യമായി പരിചയപ്പെടുത്തുന്നു. ഐഡന്റിഫൈ ചെയ്ത് 120 ദിവസം കൊണ്ട് കറക്റ്റ് ചെയ്യാം എന്നൊരു കമ്പനി പറഞ്ഞാൽ ഇതുണ്ടാക്കിയിരിക്കുന്ന, ഇതിന്റെ ബാക്കിൽ പ്രവർത്തിക്കുന്ന സയന്റിസ്റ്റുകളും ഡോക്ടേഴ്സിന്റെ ഒരു പാനൽ തന്നെയാണ്. നിങ്ങൾക്ക് സിൻസിനോ TV ഒരു ചാനലുണ്ട് ഇവർക്ക്. അതൊന്ന് കയറി നോക്കിയാൽ മതി. 100 കണക്കിന് മണിക്കൂറാണ് നമ്മുടെ പ്രോഗ്രാം. ഒരുപാട് ഡോക്ടേഴ്സും സയന്റിസ്റ്റുകളുമാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്. അവരുടെ റിസർച്ച് പരമായിട്ടാണ് ഇത് പേറ്റന്റ് പ്രോഡക്റ്റാണ്. ഓൺ മാനുഫാക്ചറിങ് ആൻഡ് R&D, സ്വന്തമായ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണ്.
സ്വന്തമായി പ്രോഡക്റ്റുകളാണ്. അതുപോലെ തന്നെ ഇതിന്റെ സർട്ടിഫിക്കേഷൻസ്, നമുക്കിവിടെ ഇന്ത്യ രാജ്യത്ത് ഒരുപാട് ഫുഡ് സപ്ലിമെന്റ് മാർക്കറ്റ് ചെയ്യുന്ന കമ്പനികളുണ്ട്. അതെല്ലാം തന്നെ കോമൺ ആയിട്ട് കിട്ടുന്ന കുറെ സർട്ടിഫിക്കേഷൻസ് ആയിരുന്നു. പക്ഷെ ഇന്റർനാഷണലി പോകണമെങ്കിൽ അതിനു വേണ്ട സർട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. ഈ കാണിച്ചിരിക്കുന്നതെല്ലാം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് ആണ്. അതിനകത്ത് എടുത്തു പറയേണ്ടത് ഇൻഫോംഡ് സ്പോട്ട് എന്ന് പറയുന്ന മൂന്നാമത് കാണുന്നത്. എന്താണ് ഈ ഇൻഫോംഡ് സ്പോട്ട്? അതായത് ഒളിമ്പിക്സ് താരങ്ങൾ അല്ലെങ്കിൽ ഇന്റർനാഷണൽ അത്ലറ്റുകൾ അവരുടെ ഭക്ഷണത്തിന് അവരുപയോഗിക്കുന്ന ന്യൂട്രിയൻസ് ഫുഡ് സപ്ലിമെന്റുകളെല്ലാം തന്നെ ഇൻഫോംഡ് സ്പോട്ട് സർട്ടിഫൈഡ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു കെമിക്കൽസോ അല്ലെങ്കിൽ മറ്റുള്ള ഇൻഗ്രീഡിയൻസോ അല്ലെങ്കിൽ ഡോപ്പിംഗ് ഏജൻസോ ഒന്നും തന്നെ അതിനകത്ത് ഉണ്ടാവില്ല. അങ്ങനെ പ്യൂരിറ്റി ഉറപ്പാക്കുന്ന ഒരു സർട്ടിഫിക്കേഷനാണ് ഇൻഫോംഡ് സ്പോട്ട്. നിങ്ങൾക്ക് അത് നെറ്റിൽ അടിച്ചു നോക്കാം. നമുക്കറിയാം ഒളിമ്പിക്സിലൊക്കെ ജയിച്ചു വരുന്ന ഒരാളെ അവസാനം ബ്ലഡ് സ്ക്രീൻ ചെയ്യും. അത് വിറ്റാസിലാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് എന്തെങ്കിലും ഡോപ്പിംഗ് ഏജൻസോ കെമിക്കൽസോ സ്റ്റിറോയിഡ്സോ ഉണ്ടെങ്കിൽ ആ ട്രോഫിയും തിരിച്ചു മേടിക്കും, പിന്നെ ബാൻഡാണ്. പക്ഷേ ഈ ഇൻഫോംഡ് സ്പോട്ട് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഓരോ ബാച്ചിലും സർട്ടിഫൈ ചെയ്തിട്ടുള്ള നമ്മുടെ ഉൽപ്പന്നങ്ങളാണ്, ഇന്റർനാഷണൽ ലെവലിൽ പോകുന്ന ഉൽപ്പന്നങ്ങളാണ് നമുക്കുള്ളത് എന്നുള്ളതാണ്. ഇനി ആരൊക്കെയാണ് കഴിക്കേണ്ടത്? ഞാൻ മുൻപ് സൂചിപ്പിച്ചു, കുഞ്ഞു കുട്ടികൾ, നിലത്തിഴയുന്ന കുഞ്ഞുങ്ങൾ 6 മാസം മുതൽ. അപ്പൊ 6 മാസം വരെയോ ബ്രസ്റ്റ് ഫീഡിംഗ് ഉണ്ടാവും, അത് അമ്മയിൽ നിന്ന് കിട്ടും. അതുപോലെ വളർച്ച കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ക്ലെയിം ചെയ്യണം. സാധാരണ ഡിസ്ക്ലെയിമറാണ്, ഇത് ക്ലെയിം ചെയ്യണം. ആര്? യൂറോപ്യൻ യൂണിയൻ ഫുഡ് സേഫ്റ്റി സർട്ടിഫിക്കേഷൻ ഉള്ളതാണ്. ഫുഡ് സേഫ്റ്റി അതോറിറ്റി സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് ഇന്ന് കുട്ടികൾക്ക് കൊടുക്കൂ, ഗർഭിണികൾക്ക് കൊടുക്കൂ, മുലയൂട്ടുന്ന അമ്മമാർക്ക് കൊടുക്കൂ. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഇത് നമ്മുടെ ആരോഗ്യത്തെ കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കണം. അടുത്ത തലമുറയെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ ഈ ചികിത്സാ സംവിധാനങ്ങളിൽ നിന്നും മാറും. നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിലാണ് വേണ്ടത്. അത് നമ്മുടെ കടമയാണ്. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത്, മറ്റാർക്കും വിട്ടുകൊടുക്കരുത്. അടുത്ത തലമുറയെങ്കിലും രക്ഷപ്പെടട്ടെ. പ്രത്യേകിച്ച് സ്ത്രീകൾ ഗർഭിണികളായിരിക്കുന്ന സമയത്ത് ഇത് കൊടുക്കണം. കാരണം പല കുട്ടികളും ഇപ്പൊ പല പല പ്രശ്നങ്ങളുമായിട്ടാണ് ജനിക്കുന്നത് പോലും, പല വൈകല്യങ്ങളുമായിട്ടാണ് ജനിക്കുന്നത് പോലും. ഓട്ടിസം പോലെയുള്ള പ്രശ്നങ്ങൾ, സ്പെല്ലിംഗ് ഡിസോർഡർ പോലെയുള്ള പ്രശ്നങ്ങൾ, അതുപോലുള്ള നിരവധി ആക്ടിവിറ്റീസ് പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ട്. അവർക്കെല്ലാം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ, അങ്ങനെ കുട്ടികൾ പിറക്കാതിരിക്കാൻ ഈ ഗർഭിണികളായിരിക്കുമ്പോൾ നമ്മുടെ ഈ പറയുന്ന ഈ അസന്റ് ഓയിൽ എന്ന് പറയുന്ന 21ഓളം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അടങ്ങിയ ആ ബ്ലെൻഡ് നിങ്ങൾ ധൈര്യമായിട്ട് കൊടുക്കൂ. ഏതൊരു ഡോക്ടറെ അടുത്ത് ചെന്ന് ചോദിച്ചാലും ആ ഇൻഗ്രീഡിയൻസ് വായിച്ചു നോക്കിയാൽ ഒരു അലോപ്പതി ഡോക്ടറും അവിടെ അത് വേണ്ട അല്ലെങ്കിൽ അത് കഴിക്കരുന്ന് പറയില്ല. കാരണം ഇപ്പോൾ കേരളത്തിൽ തന്നെ നിരവധി അലോപ്പതി ഡോക്ടേഴ്സ്, ആയുർവേദ ഡോക്ടേഴ്സ്, ഇപ്പൊ ഇതിനകത്ത് കാണുന്ന ഡോക്ടേഴ്സ്, ഡോക്ടർ ഷിബു ഡോക്ടർ കൊല്ലത്തുനിന്നുള്ള ആയുർവേദ ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ തിരുവനന്തപുരം മെഡിക്കൽ ആയുർവേദ കോളേജിലെ സൂപ്രണ്ടാണ്. അദ്ദേഹം ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇതുപോലെ ഡോക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്, പാനലിലുണ്ട്. അതുപോലെ സോളവൻ ഉണ്ട്, അതുപോലെ ഡോക്ടർ മുരളീധരൻ പിള്ളയുണ്ട്, അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റ് ഡോക്ടറുണ്ട്, അതുപോലെ തന്നെ കണ്ണൂരിലുള്ള ഒരു ഡോക്ടറുണ്ട് അലോപ്പതി. ഇതുപോലെ ഡോക്ടേഴ്സ് ആണ് ഇപ്പൊ ഇത് വരുന്നത്. കാരണം മനസാക്ഷിയുള്ളവരുണ്ടല്ലോ, കുറെ കാശുണ്ടാക്കണമെന്ന ആ ഒരു ആർത്തിമൂത്തുള്ള ആളുകളെല്ലാം അങ്ങനെയുള്ളവരല്ലല്ലോ. ബിസിനസ് ആയിട്ട് കാണാത്തവരുണ്ടാവും, മനസാക്ഷിയുള്ളവരുണ്ടാവും. അവരിത് പ്രൊമോട്ട് ചെയ്യും, അടുത്ത തലമുറയെങ്കിലും രക്ഷപ്പെടാൻ. ഓക്കെ, സാധാരണ നമുക്കിവിടെ മാർക്കറ്റിൽ പല ഒമേഗ-3യും കിട്ടുന്നുണ്ട്. ഒമേഗ-3യുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പല കമ്പനികളിലുമുള്ള ഒമേഗ-3യുമായി ഒരു കമ്പാരിസൺ സ്റ്റഡി നമ്മൾ നടത്തി നോക്കിയാൽ ഏറ്റവും മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും ഗുണമേന്മയുള്ള ഏറ്റവും എഫിക്കസിയുള്ള ഒമേഗ എന്ന് പറയുന്നത് krill ഓയിലാണ്. സീഷെയിൽ നിന്ന് ആ krill ഓയില് മനുഷ്യ ശരീരത്തിലേക്ക് ചെന്നാൽ 5 മണിക്കൂർ മാത്രമേ നിലനിൽക്കുള്ളൂ. അതായത് ഓയിൽ സ്റ്റെബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് അതിന്റെ ശരീരത്തിൽ നിലനിൽക്കുന്നത് 5 മണിക്കൂറാണ്. എന്നാൽ കോൺസെൻട്രേറ്റഡ് ഒമേഗ-3 എന്ന് പറയുന്നതുണ്ട്, അത് 9 മണിക്കൂർ ശരീരത്തിൽ നിലനിൽക്കും, കുറച്ചുകൂടി ഭേദമാണ്. എന്നാൽ കോഡ് ലിവർ ഓയിലോ 15 മണിക്കൂറാണ്. എന്നാൽ സിൻസിനോയിന്റെ അസന്റ് ഓയിൽ ഒമേഗ-3 35 മണിക്കൂറാണ് ശരീരത്തിൽ നിലനിൽക്കുന്നത്. അപ്പൊ മറ്റതെല്ലാം 5 മണിക്കൂർ കഴിയുമ്പോഴും 9 മണിക്കൂർ കഴിയുമ്പോഴും 15 മണിക്കൂർ കഴിയുമ്പോഴും അത് ഓക്സിഡൈസ് ചെയ്യും.
അത് ഓക്സിഡൈസ് ചെയ്യും, അത് ശരീരത്തിന് കേടാണ്, സെൽ ഡാമേജ് ഉണ്ടാക്കും. പക്ഷെ നമ്മുടെ 35 മണിക്കൂർ വരെ നിൽക്കുമെന്ന് പറയുമ്പോൾ അതിന്റെ ഓയിൽ സ്റ്റെബിലിറ്റി ഇൻഡെക്സ് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണാം, അതിന്റെ ഗുണമേന്മ എന്താണെന്ന് മനസ്സിലാക്കി കാണാം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പറയുന്ന കാര്യം, ഈ പ്രോഡക്റ്റുകളെല്ലാം തന്നെ നമ്മളുടെ ശരീരത്തിന് ആവശ്യമുള്ള സെല്ലുകൾക്ക് ആവശ്യമുള്ള പോഷകങ്ങളാണെന്നും ഇത് നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്നും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ദൈനംദിന ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണെന്നും. നമ്മുടെ ശരീരം നിലനിൽക്കുന്നത് ഭക്ഷണത്തിലൂടെയല്ലേ, ഒരു മെയിൻ ആയിട്ടുള്ളത്. ഈ ഭക്ഷണത്തിലൂടെ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ വൈറ്റമിൻസും മിനറൽസും കാർബോഹൈഡ്രേറ്റ്സും എല്ലാം കിട്ടണ്ടേ? പക്ഷെ നമ്മൾ കഴിക്കുന്ന എന്ത് ഭക്ഷണത്തിലാണ് സഫീഷ്യന്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഉള്ളതെന്ന്? ഈ കുഴിമാന്തിയും ഈ ബേക്കറി ഐറ്റംസും ഇങ്ങനെയുള്ള ഈ ടിൻ ഫുഡുകളല്ലേ കഴിക്കണ പുതിയ തലമുറ. അങ്ങനെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ശരിയായ രൂപത്തിൽ പോഷണങ്ങൾ കിട്ടാതെ വരുമ്പോൾ കോശങ്ങൾക്കുണ്ടാകുന്ന ദാരിദ്ര്യം, പോഷണ ദാരിദ്ര്യമാണ് സുഹൃത്തെ രോഗം. അതൊരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്നതല്ല. മാസങ്ങൾ വർഷങ്ങൾ ശരീരത്തിൽ അത് ഡെവലപ്പ് ചെയ്യാൻ എടുക്കും. പക്ഷെ സിംറ്റം കാണിക്കുമ്പോഴേക്കും രണ്ടാമത്തെയും മൂന്നാമത്തെയൊക്കെ സ്റ്റേജ് ആയിട്ടുണ്ടാവും. ഇവിടെ നടക്കുന്ന ഓരോ ടെസ്റ്റുകളും, നിങ്ങൾ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ടെസ്റ്റുകൾ നടത്തുന്നത് എന്താണ്? ആ രോഗത്തിന്റെ തീവ്രത മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ടെസ്റ്റാണ് ചെയ്യുന്നത്, ആയിരക്കണക്കിന് രൂപ കൊടുത്തിട്ട്. അല്ലാണ്ട് കണ്ടുപിടിക്കാനുള്ളതല്ലല്ലോ. രോഗം വന്നതിന് ശേഷം തീവ്രത കണ്ടുപിടിക്കാനുള്ളതാണ്, എത്രത്തോളം ഡെവലപ്പ് ചെയ്തു എന്ന് കണ്ടുപിടിക്കാനാണ്. പക്ഷെ നമ്മുടെ ടെസ്റ്റ് എന്താണ്? അടിസ്ഥാനപരമായി രോഗത്തിന്റെ കാരണം കണ്ടുപിടിച്ച് റൂട്ട് വൈസ് കറക്റ്റ് ചെയ്യുക, മൂലകാരണത്തെ കണ്ടുപിടിക്കുക. ഇതല്ലേ വേണ്ടത്. അല്ലാണ്ട് രോഗം വന്നതിന് ശേഷം ടെസ്റ്റ് നടത്തി കുറെ കാശ് കൊടുത്ത് കുറെ മരുന്ന് തിന്ന് കുറെ രോഗികളുണ്ടായി അത് വലിയൊരു വ്യവസായമാക്കി മാറ്റി. ഇന്നിപ്പോ ഹാർട്ട് ഒരു വലിയ വ്യവസായമാണ്, ലിവർ വലിയ വ്യവസായമാണ്, ലങ്സ് വലിയ വ്യവസായമാണ്. അതുപോലെ അങ്ങനെ ഓരോന്നും ഓരോ അവയവങ്ങളും വ്യവസായമായിട്ട് മാറി. കാരണം അതെല്ലാം കോടികൾ ഉണ്ടാക്കി തരുമെന്ന് അറിയാം. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞ ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനി 18,000 കോടി ഇവിടുത്തെ കേരളത്തിലെ ഹോസ്പിറ്റലുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മളെ നന്നാക്കാനോ നമുക്ക് ആരോഗ്യം തരാനോ അല്ല, അവർക്ക് ലാഭം കിട്ടുമെന്നുള്ളത് കൊണ്ടാണ്, അവർക്കത് തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണ്. നിന്നുകൊടുക്കരുത്. നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിലാണ്, നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. കമ്പനിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി. ഇതുപോലുള്ള 44 പ്രോഡക്റ്റുകൾ 1 by 1 ആയിട്ട് വരും. അത് ഓരോന്നും നമ്മുടെ ഓരോരോ ശരീരത്തിനും ഓരോരോ അവയവങ്ങൾക്കും ഓരോരോ കാര്യങ്ങൾക്കുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇപ്പൊ പറഞ്ഞ അസെന്റ് ഓയിൽ അല്ലെങ്കിൽ ബാലൻസ് ഓയിൽ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ഫുഡാണ്, ഫുഡ് ഐറ്റത്തിൽ വരുന്നതാണ്. കാരണം ഫിഷ് ഓയിൽ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഫിഷിൽ നിന്ന് കിട്ടുന്നതാണ്. പക്ഷെ നമുക്ക് ഇവിടെ കിട്ടുന്ന ഫിഷിൽ ഒമേഗ 3 ഉണ്ടോ എന്ന് പോലും അറിയില്ല, വറുത്തും പൊരിച്ചുകൊണ്ട് കഴിക്കണത് തന്നെ. പിന്നെ അതിനകത്ത് മെർക്കുറി കണ്ടന്റുകൾ, ഹെവി മെറ്റൽസ് ഒക്കെ ഉണ്ടാവും, അത് ശരീരത്തിന് ഹാർംഫുൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എടുക്കുന്ന ഒമേഗ 3 എന്ന് പറയുന്നത് നോർവേ പോലുള്ള സ്ഥലത്തെ പ്രത്യേക ഏരിയയിൽ ഹാർവെസ്റ്റ് ചെയ്തുണ്ടാക്കുന്നതാണ്, പ്രത്യേക ഏരിയയിൽ അതിനെ വളർത്തിയിട്ട് എടുക്കുന്നതാണ്, അങ്ങനെയുള്ള ചെറു മീനുകളിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്യൂരിറ്റി നിങ്ങൾക്ക് വ്യക്തമായി കാണാം. അപ്പൊ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ ആമുഖമായിട്ട് ഒരു കാര്യം പറഞ്ഞു. 2 കാര്യങ്ങളാണ് ഇവിടെ, 2 ഫേസ് ആണുള്ളത്. ഒന്ന് നമ്മുടെ ആരോഗ്യം, അത് നമ്മുടെ ഉത്തരവാദിത്തമായി നമ്മൾ ഏറ്റെടുക്കുന്നു, ആർക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. നമ്മുടെ ശരീരം എന്താണെന്നും പ്രവർത്തനം എന്താണെന്നും സെല്ലുകൾ എന്താണെന്നും അതിന്റെ ആവശ്യം എന്താണെന്നും എന്തൊക്കെ കുറവുണ്ടെന്നും കണ്ടുപിടിച്ചാൽ അതങ്ങനെ കൊടുത്താൽ പോരെ. പക്ഷെ ഇന്ന് കാണുന്ന ഓരോ കമ്പനികളും, ഞാൻ എടുത്തു പറയാം, ഇന്ന് കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള ഓരോ കമ്പനികളും നല്ല നല്ല ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന കമ്പനികളുണ്ട്. അവിടെ എല്ലാം ഞാനൊരു വെൽനസ് കൺസൾട്ടന്റ് ആണ്. ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഈ ഉൽപ്പന്നങ്ങൾ, അതായത് ന്യൂട്രാസ്യൂട്ടിക്കലിൽ വരുന്ന ഫുഡ് സപ്ലിമെന്റുകൾ ഞാനൊരു വ്യക്തിക്ക് കൊടുത്താൽ ആ കൊടുക്കുന്ന വ്യക്തിക്ക് ഞാൻ കൊടുക്കുന്ന സപ്ലിമെന്റ് ആവശ്യമുണ്ടോ, എത്ര അളവിൽ ആവശ്യമുണ്ട്, എത്ര നാൾ കഴിക്കേണ്ടി വരും, അത് ശരീരം വേണ്ട വിധം സ്വീകരിക്കുന്നുണ്ടോ, ഇതൊന്നും എനിക്കും അറിയില്ല, കൊടുക്കുന്ന എനിക്കും അറിയില്ല, കഴിക്കുന്ന വ്യക്തിക്കും അറിയില്ല. ഇന്ന് ഇന്ത്യ രാജ്യത്ത് ലോകത്ത് നിലനിൽക്കുന്ന സംവിധാനമാണ് ഞാൻ ഈ പറയണേ. എല്ലാ കമ്പനിയുടെ ഉൽപ്പന്നവും നമ്മളങ്ങോട്ട് ഒരു ഗസ്റ്റ് ബേസ്ഡാണ്, ഊഹം വെച്ചിട്ട് കൊടുക്കുകയാണ്, ഊഹം. പക്ഷെ ഏറ്റായേറ്റ് പക്ഷെ കുറെ പേർക്ക് ഗുണം കിട്ടും, കുറെ പേർക്ക് ഗുണം കിട്ടൂല, അങ്ങനെ പോകും. പിന്നെ ഫുഡ് സപ്ലിമെന്റ് അതിന്റെ പേരിൽ ദോഷം ഉണ്ടാവില്ല. ഇവിടെയാണ് ലോകത്താദ്യമായി ടെസ്റ്റ് ബേസ്ഡ് ന്യൂട്രീഷൻ അവതരിപ്പിക്കുന്നത്. നിങ്ങളുടെ ശരീരത്തിലെ പോരായ്മകൾ കണ്ടുപിടിച്ച്
ഡെഫിഷ്യൻസി എന്താണോ, എന്തിന്റെ കുറവാണോ നിങ്ങളുടെ രോഗമുണ്ടാകുന്നത്, അത് സെല്ലുലാർ ലെവലിൽ കണ്ടുപിടിച്ച് അതിന് വേണ്ടതായ ഇൻഗ്രീഡിയൻസ് അതിന്റെ ആ ബ്ലെൻഡ് നമ്മുടെ അസെന്റ് ഓയിൽ കൊടുത്ത് നമ്മളത് 120 ദിവസം കൊണ്ട് കറക്റ്റ് ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്യുന്ന കമ്പനിയാണ് ഞാൻ പറഞ്ഞത് സിൻസിയർ. നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിക്കാണണം എന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിന്റെ രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റിയാണ്. ഓപ്പർച്യൂണിറ്റി എന്താണ്? ഓപ്പർച്യൂണിറ്റി ബിസിനസ്. ബിസിനസ് ഇന്നൊരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് നമുക്കറിയാം, സമൂഹത്തിൽ ഒരുപാട് ബിസിനസ്സുകാരുണ്ട്. അവര് റിസ്ക് എടുക്കുകയാണ്. കാശ് മുടക്കി ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഓടിയെടുത്ത് പല സ്ഥാപനങ്ങളും നടത്തി തൊഴിലാളികളെ വെച്ച് ടാക്സും കൊടുത്ത്, പക്ഷെ എത്ര എണ്ണം വിജയിക്കുന്നുണ്ട്? നഷ്ടസാധ്യതയുണ്ട്. മുടക്കിയ മുതൽ തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ ആരും ഇപ്പൊ കാശ് മുടക്കാൻ തയ്യാറുമല്ല. ഈ അവസരത്തിൽ നമ്മുടെ ഈ ഉൽപ്പന്നം ഈ രാജ്യത്ത് ഒരു ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ അല്ലെങ്കിൽ ഓൺലൈൻ രംഗത്തോ രാജ്യത്ത് ഒരു കടകളിലും വാങ്ങാൻ കിട്ടില്ല. എന്തുകൊണ്ടാണ്? ഇത് കടയിൽ കൊണ്ടുവന്ന് വെച്ചാൽ അവിടെ ഇരിക്കും. കടയിൽ കൊണ്ടുവന്ന് വെച്ചാൽ അവിടെ ഇരിക്കും. ആരും തിരിഞ്ഞു നോക്കില്ല സാധനം. എന്തുകൊണ്ടാണ്? അതിന്റെ ഗുണനിലവാരം എന്താണെന്നും അത് ഉപയോഗിച്ചാൽ എന്ത് ഗുണം കിട്ടുമെന്നും ആളുകൾക്ക് അറിയില്ല. അതാണ് ഈ സിസ്റ്റത്തിലേക്ക്, ഡയറക്ട് സെല്ലിങ്ങിലേക്ക് കൊണ്ടുവരുന്ന, റഫറൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തിൽ കൊണ്ടുവരുന്നതിന്റെ കാരണം നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. നമ്മൾ വാങ്ങി ഉപയോഗിച്ചിട്ട് അത് ഫെയിൽ ചെയ്തിട്ട് ഇതിന്റെ ഗുണങ്ങളെ പറ്റി മറ്റുള്ളവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഇപ്പൊ ഞാൻ ചെയ്യുന്നത് എന്താ? ഈ 65 പേരെ ഞാൻ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഒരു വെൽനസ് കൺസൾട്ടന്റ് എന്ന നിലയിൽ ഞാൻ നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഇത് ഇങ്ങനെ തന്നെ ഗുണങ്ങൾ കിട്ടും നിങ്ങളുടെ ശരീരത്തിൽ. അങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ മെഡിക്കൽ ഷോപ്പിൽ ആളിരിപ്പുണ്ടോ? പലചരക്കിടയിൽ ആളിരിപ്പുണ്ടോ? സ്റ്റേഷൻ കടയിൽ ആളിരിപ്പുണ്ടോ? അവർക്ക് അതിനെക്കുറിച്ച് വിവരമുണ്ടോ? നമ്മളെ പോലുള്ള സോളമൻ സാറിനെ പോലെ, ഷിബു ഡോക്ടറെ പോലെ, മുരളി ഡോക്ടറെ പോലെ ഈ ഡോക്ടർമാരാണ് വെൽനസ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലാവുന്നത്. സാധാരണക്കാർക്ക് അറിയില്ലല്ലോ ഇതൊന്നും. ശരീരം എന്താണ്, സെല്ല് എന്താണ്, സെല്ലിന് മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി എന്താണ്, ഇതൊക്കെ ആർക്കറിയാം? എന്ത് അനോട്ടമി പഠിച്ചിട്ടാണോ നമ്മളൊക്കെ നടക്കണേ? അപ്പൊ ഇതിനെ കുറിച്ച് ഗവേഷണം നടത്താനും റോക്കറ്റ് സയൻസ് ഒന്നും പഠിക്കാൻ നിൽക്കണ്ട. ഇതൊക്കെ ഓൾറെഡി ടെസ്റ്റഡ് ആണ്, ഡോക്യുമെന്റഡ് ആണ്, ക്ലിനിക്കലി പ്രൂവൺ ആണ്. ഡോക്യുമെന്റഡ് എന്ന വാക്കാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ തയ്യാറാവുകയും നമ്മുടെ കുഞ്ഞുങ്ങളും കുടുംബം അടുത്ത തലമുറയും ആരോഗ്യത്തോടെ ഇരിക്കാൻ, മെഡിക്കൽ ബില്ലാതെ ജീവിക്കാൻ പറ്റുന്നതോടൊപ്പം നിങ്ങൾക്ക് ഇത് ബിസിനസ് ആയിട്ട് ചെയ്യാം. ഇന്ന് ഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇന്ന് മിക്കവാറും ആളുകൾക്ക് ഇപ്പോൾ സുപരിചിതമായ ഒരു വാക്കാണ്. എന്നെ സംബന്ധിച്ച് ഞാനൊരു ഗവൺമെന്റ് സർവീസിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ഞാൻ വെൽനസ് ഇൻഡസ്ട്രിയുടെ ഭാഗമായി എന്റെ സാധ്യത മനസ്സിലാക്കി PRS എടുത്ത് 2010 PhD ചെയ്ത ഒരാളാണ്. TCM ട്രഡീഷണൽ ചൈനീസ് മെഡിസിനിൽ PhD ചെയ്തു. അതായത് ആരോഗ്യ സംരക്ഷണ മേഖല. ആ രംഗത്ത് ഞാൻ നിരവധി സെമിനാറുകളും ബോധവൽക്കരണ ക്ലാസ്സുകളും FM റേഡിയോ പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രോജക്റ്റ് എന്റെ കയ്യിൽ കിട്ടിയപ്പോൾ അത് കൃത്യമായി സ്റ്റഡി ചെയ്യുകയും ഇത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും അടുത്ത തലമുറയ്ക്ക് കൂടി ഗുണം ചെയ്യുമെന്നും ആരോഗ്യമുള്ള ഒരു രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കാൻ സഹായിക്കുമെന്നും മനസ്സിലാക്കിയിട്ടാണ് ഈ പ്രോഗ്രാം ഏറ്റെടുത്തത്. ഇന്നിപ്പോ 36 ദിവസമേ ആയിട്ടുള്ളൂ ഞാൻ ഈ പ്രോഗ്രാം ഏറ്റെടുത്തത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇതിനകത്ത് ആരോഗ്യം മാത്രമല്ല സമ്പത്ത് ഉണ്ടാക്കാം. ഇപ്പൊ സമ്പത്തിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം 19-ാം തീയതിയാണ് കേരള ഗവൺമെന്റ് ഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന് നിയമപരമായി അംഗീകരിച്ചുള്ള ഒരു പ്രഖ്യാപനം നടത്തിയത് തിരുവനന്തപുരത്ത് വെച്ചിട്ട് നമുക്ക് കാണാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ, സിവിൽ സപ്ലൈസിന്റെ മിനിസ്റ്റർ അനിൽ കുമാർ, MLA-മാര്, IAS IPS ഉദ്യോഗസ്ഥന്മാര് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഈ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് നിയമപരമായി അംഗീകരിച്ചുകൊണ്ട് ഒരു മോണിറ്ററിംഗ് മെക്കാനിസം ഉണ്ടാക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഈ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ സുതാര്യമായ പ്രവർത്തനത്തിന് വേണ്ടി മോണിറ്റർ ചെയ്യാൻ വേണ്ടിയാണ് 8ഓളം വകുപ്പുകളുടെ തലവന്മാരെ ഇവിടെ നിയമിച്ചിരിക്കുന്നത്. ഇതിന്റെ മറവിൽ നടക്കുന്ന മണി ചെയിൻ കമ്പനികളും ക്രിപ്റ്റോ കറൻസിയുടെ പേരും പറഞ്ഞ് GST കൊടുക്കാതെ പല കമ്പനികളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതെല്ലാം പേരുദോഷമുണ്ടാക്കും യഥാർത്ഥ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾ. അതുകൊണ്ട് തന്നെ അതിനെ മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനവും അതിന്റെ വെബ് പോർട്ടലൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഫേക്ക് കമ്പനികൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പോർട്ടലിലൂടെ അത് ഗവൺമെന്റിനെ അറിയിക്കാനും അത് പോലീസ് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും.
കാരണം യഥാർത്ഥ കമ്പനികൾക്ക് ഇവിടെ പ്രവർത്തിക്കാൻ തടസ്സമായി നിൽക്കുന്നത് ഇതുപോലുള്ള ഫണ്ട് കമ്പനികളും മണി ചെയിൻ കമ്പനികളുമാണ്. അതിനെ നിയന്ത്രിക്കാനാണ് ഇപ്പൊ മോണിറ്ററിംഗ് മെക്കാനിസം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഡയറക്ട് സെല്ലിംഗ് നിയമപരമായ ഒരു ബിസിനസ് ആണ് ഈ രാജ്യത്ത്. അത് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റുകളും അംഗീകരിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ആ ബിസിനസ് ആണ് പറയാൻ പോകുന്നത്. മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് വികലമായ കാഴ്ചപ്പാടുള്ളവരുണ്ടാവാം. ഇതെന്തോ ആളച്ചേർക്കണ പരിപാടിയാണ്, ഇതെന്തോ ഒരു പണിയില്ലാത്തവർ നടത്തുന്ന എന്തോ പണിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടീച്ചർ 11ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ടീച്ചർ ക്ലാസ് എടുക്കുന്നതാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. 3 മിനിറ്റേ ഉള്ളൂ. ഒന്ന് കണ്ടു നോക്കൂ. എന്നിട്ട് വിവരവും വിദ്യാഭ്യാസമുള്ളവർ തീരുമാനിക്കൂ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് നിയമവിരുദ്ധമാണോ, ഇത് ഇല്ലീഗൽ ബിസിനസ് ആണോ, ഈ ചെയ്യുന്ന ആളുകളൊക്കെ മോശപ്പെട്ടവരാണോ എന്ന് നിങ്ങൾ തന്നെ അങ്ങനെ തീരുമാനിച്ചാൽ മതി. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുക. முறை. அடுத்தது 4வது மெத்தட் பாத்தீங்கன்னா மல்டி லெவல் மார்க்கெட்டிங் அப்படின்னு சொல்லுவாங்க. அதாவது இது இன்றைய நவீன ஒரு வளர்ச்சி அப்படின்னு சொல்லலாம். உற்பத்தியாளர் நேரடியா நுகர்வோர் பொருளை வாங்கி பயனடைய செய்யுமாறு அந்த அனுபவத்தை கொடுப்பாரு. அப்ப அந்த நுகர்வோர் பொருளை வாங்கிட்டு பயன்படுத்திட்டு நல்லா இருக்குது, தரமா இருக்கு அப்படின்னு நினைச்சா அவருடைய ஃப்ரெண்ட்ஸ் சர்க்கிளுக்கு அதை அறிமுகப்படுத்தி வைப்பார். அப்போ அவரே நுகர்வோராவும் மாறிடுறாரு, விற்பனையாளராகவும் மாறிடுறாரு. இப்ப அவருடைய ஃப்ரெண்ட்ஸ் எல்லாம் அதை வாங்கி பயன்படுத்திட்டு அது நல்லா இருக்குது, தரமா இருக்குது அப்படின்னு அவங்களுடைய ஃப்ரெண்ட்ஸ்க்குலாம் அதை அறிமுகப்படுத்தும் பொழுது அவங்க ஒவ்வொருத்தரும் நுகர்வோராகவும் மாறிடுவாங்க, விற்பனையாளராகவும் மாறிடுவாங்க. இந்த மாதிரி அது அப்படியே பல்கி பெருகிட்டே போகும். இதுதான் மல்டி லெவல் மார்க்கெட்டிங் அப்படின்னு சொல்றோம். அப்ப அந்த பொருளை பயன்படுத்தக்கூடிய ஒவ்வொரு நுகர்வோருமே விற்பனையாளரா மாறிடுறாங்க. இது இப்ப சமீபத்துல ரொம்ப பாப்புலரா இருக்கக்கூடிய ஒரு மெத்தட். நீ இந்த சார்ட்டை பாத்தீங்கன்னா தெரியுமா, முதல்ல ஒரு நபர் இருக்காரு, அவர் ஒரு 2 பேருக்கு அதை அறிமுகப்படுத்துறாரு. அப்புறம் அவங்க ஒவ்வொருத்தரும் 2 பேரை அறிமுகப்படுத்துறாங்க. இப்படியே அதை பாத்தீங்கன்னா ஒரு லெவல்ல ரொம்ப லட்சக்கணக்குல அது பாட்டு பெருகிட்டே போகும். ஈஸியா அந்த பொருள் நடுவில் இடைநிலையில யாருமே தேவையில்லை, நுகர்வோரே இடைநிலையா செயல்படுவாங்க. இதுதான் என்னன்னு சொன்னா മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. ഇത് കണ്ടപ്പോൾ എന്നെ കേൾക്കുന്നവരും ഇത് കാണുന്നവർക്കും മനസ്സിലായി കാണും, ഇതിനെ വിമർശിക്കുന്നവരും പുച്ഛിക്കുന്നവരും ആരാണ് വിഡ്ഢികൾ, ഇത് ചെയ്തു നടക്കുന്നവരാണോ, ഇതൊരു പ്രൊഫഷനായി എടുത്തവരാണോ? അൺഎംപ്ലോയ്മെന്റ് തുടച്ചു നീക്കും, കൃത്യമായ ടാക്സ് ഗവൺമെന്റിലേക്ക് കിട്ടും, പെർ ക്യാപിറ്റൽ ഇൻകം വർദ്ധിക്കും, ഒറിജിനൽ ഉൽപ്പന്നം കമ്പനിയിൽ നിന്ന് നേരിട്ട് ഉപഭോക്താവിലേക്ക് എത്തിക്കും, കൃത്യമായ വരുമാനത്തിന് TDS കുറച്ച് ടാക്സ് പേയറായി മാറുന്ന ഈ രാജ്യത്തിന്റെ വികസനത്തിന് സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ് സുഹൃത്തെ ഡയറക്ട് സെല്ലിംഗ്. ഇത് ലോകത്ത് സംഭവിച്ചിട്ട് 73 വർഷം കഴിഞ്ഞു. നമുക്ക് ഇപ്പോഴാ ബോധോദയുണ്ടായത് ഇവിടെ ഇങ്ങനെ ഒരു ബിസിനസ് ഇവിടെ നിയമപരമായി കൊണ്ടുവരാൻ. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിൽ കിട്ടുന്ന വരുമാന സാധ്യതയെ കുറിച്ചാണ്. ഇതിന്റെ കോമ്പൻസേഷൻ പ്ലാനിൽ 10 ടൈപ്പ് വരുമാനം കമ്പനി നമുക്ക് തരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് ഇതൊരു പാർട്ട് ടൈം ആയിട്ടോ ഒരു ഫുൾ ടൈമറായിട്ടോ നിങ്ങൾക്ക് ചെയ്യാം. ഒരു വീട്ടമ്മയ്ക്ക് വീട്ടിലിരുന്നും പഠിക്കുന്ന കുട്ടികൾ, ഇനിയുള്ള കാലത്ത് പഠിക്കുന്ന കുട്ടികളെല്ലാം എന്തെങ്കിലും സൈഡ് ബിസിനസ്സുകൾ ചെയ്യണം. അല്ലാണ്ട് പഠിക്കാൻ വേണ്ടി മാത്രം 10-25 വർഷം കളഞ്ഞ് വിദ്യാഭ്യാസ ലോൺ എടുത്ത് ആ ലോൺ അടക്കാൻ പറഞ്ഞാണ്ട് ജപ്തി ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കണേ. പണി കിട്ടുമെന്ന് ഇനി ഉറപ്പില്ല, ജോബ് സെക്യൂരിറ്റിയും ഇല്ല. അപ്പൊ ഇനിയുള്ളത് നമ്മൾ ചെയ്യേണ്ടത് ഒരു ബിസിനസ് ചെയ്യുക, അതും പണം മുടക്കില്ലാതെ. നമുക്ക് കിട്ടുന്ന ബോണസുകൾ ഫാസ്റ്റ് ട്രാക്ക് ബോണസ്, സെയിൽസ് ബോണസ്, ടീം ബോണസ്, ക്യാബ് ബോണസ്, ഹെല്ലോ ബോണസ് അതായത് ഫോൺ ബോണസ്, കാർ ബോണസ്, ടൈറ്റിൽ റാങ്ക് ബോണസ്, ഇന്റർനാഷണൽ ടൂർ വിത്ത് എക്സ്പെൻസ്, അപ് ടു 10 crore നാസ്ഡാക്ക് ലിസ്റ്റഡ് കമ്പനിയുടെ ഷെയർ, 1% മുതൽ 4% വരെ ടോട്ടൽ വോളിയത്തിന്റെ വരുമാനം. ഇത്രയും 10 വരുമാനങ്ങളാണ് ഒരേ സമയം ഈ പ്ലാനിലൂടെ ഹൈബ്രിഡ് പ്രോഗ്രസീവ് മാർക്കറ്റിംഗ് സിസ്റ്റം എന്താ? ഹൈബ്രിഡ് ആൻഡ് പ്രോഗ്രസീവ് സിസ്റ്റം. എല്ലാ ആഴ്ചയിലും നമുക്ക് വരുമാനമുണ്ട്, എല്ലാ ബുധനാഴ്ചയും ക്ലോസിംഗ് ഉണ്ട്, മാസത്തിലും ക്ലോസിംഗ് ഉണ്ട്. അപ്പൊ ആഴ്ചയിൽ 4 ആഴ്ചയിലും വരുമാനം കിട്ടും, മാസത്തിൽ ഒരിക്കൽ ഒരു വലിയ എമൗണ്ട് നമുക്ക് ഇതിന്റെ ബോണസുകളെല്ലാം കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. അതിന് ആദ്യത്തെ ബോണസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതൊരു സാധാരണ വീട്ടമ്മ, ഒരു സാധാരണ വീട്ടമ്മ 1 രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമാവാം. ഡെയിലി വരുമാനം ഉണ്ടാക്കാം, മാസത്തിൽ വരുമാനം ഉണ്ടാക്കാം, ഇന്റർനാഷണൽ ടൂർ നടത്താം. ആദ്യം ചെയ്യേണ്ടത് ഒരു ID ക്രിയേറ്റ് ചെയ്യുക. 18 വയസ്സ് പൂർത്തിയാവണം. ID ക്രിയേറ്റ് ചെയ്യുക.
ID ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കമ്പനിയുടെ 44ഓളം ഉൽപ്പന്നങ്ങളിൽ ഏത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇപ്പൊ പറഞ്ഞ അസന്റ് ഓയിൽ ഒരെണ്ണത്തിന്റെ വില 6,995 രൂപയാണ്. ഒരു 300 ml ഒരു മാസം കഴിക്കുന്നതിനുള്ള അസന്റ് ഓയിലിന്റെ വില 6,995 രൂപ, ഇന്ത്യൻ റുപ്പി, അതിന്റെ ടാക്സ് അടക്കം. പക്ഷെ നമുക്ക് 2 എണ്ണം ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കത് 8,800 രൂപയ്ക്ക് കിട്ടും, 8,800. അപ്പോ ഒരെണ്ണത്തിന് 4,400 ആയുള്ളൂ. അങ്ങനെ 2 എണ്ണം നമ്മൾ എടുക്കുമ്പോൾ ഒരു ബില്ലിംഗ് ആയി. അങ്ങനെ നമ്മൾ വാങ്ങുമ്പോൾ ആ DP പ്രൈസിൽ വാങ്ങിയാൽ പോലും നമുക്ക് 10% നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ബോണസ് ആയിട്ട് തരും. MRP DP വ്യത്യാസം എന്ന് പറയുന്നത് 2,600 രൂപയാണ്. അതായത് 4,400ന്റെ പ്രോഡക്റ്റിന് 6,995 എന്ന് പറയുമ്പോൾ 7,000 രൂപ, 2,600 മാർജിൻ ഉണ്ടാവും. ഒരു പ്രോഡക്റ്റ് 1,000 രൂപ മാർജിൻ ഇട്ട് കൊടുത്താൽ പോലും ഒരു വീട്ടമ്മയ്ക്ക് 1,000 രൂപ ഉണ്ടാക്കാൻ ഒരു പ്രോഡക്റ്റ് കൊടുത്താൽ മതി. ഒരു 2 എണ്ണം കൊടുത്താൽ 2,000 രൂപ കയ്യിൽ വരും. ഏത് വീട്ടിലാണ് ഇത് ആവശ്യമില്ലാത്ത? നിങ്ങൾ കുട്ടികളുള്ള കുടുംബത്തിൽ ചെല്ലി ആശാ വർക്കർമാരെ ഏറ്റെടുക്ക്. ഇപ്പൊ ഈ ആശാ വർക്കർമാരുടെ സമരം കാണുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഇവർ 7,000 രൂപ ശമ്പളത്തിന് അവിടെ കിടന്ന് പട്ടിണി കിടന്നും വെയിൽ കൊണ്ടും കിടന്ന് കഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്കൊക്കെ സൈഡായിട്ട് ഇതൊരു സേവനമായിട്ട് നിങ്ങൾ ഈ പ്രോഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിച്ചൂടെ? അംഗൻവാടികളിൽ എത്തിച്ചൂടെ? കുടുംബശ്രീകളിൽ എത്തിച്ചൂടെ? സ്ത്രീകൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു അവസരമല്ലേ ഇത്? സർക്കാർ കൃത്യമായി നിയമനിർമ്മാണം നടത്തിയ ഒരു ജെനുവിൻ ബിസിനസ് അല്ലേ ഇത്? ഈ 7,000 രൂപ എന്ത് ജീവിതത്തിൽ എന്തുണ്ടാക്കുന്ന പറയണേ? അപ്പൊ അഡീഷണൽ ആയിട്ട് ഒരു വരുമാനം നിങ്ങൾ കണ്ടെത്തണം. നിങ്ങൾ ഒരു വീടുകളും കയറി ഇറങ്ങുന്നവരല്ലേ ആശാ വർക്കർമാരും? ഈ 7,000 രൂപയ്ക്ക് വേണ്ടി മുറവിളി കിട്ടി ഈ കാലും കൈയും പിടിക്കാൻ പോണെന്തിനാ? അവനവന്റെ വരുമാന മാർഗം ഇവിടെ ഉണ്ട്, അത് ദൈവം തന്നേക്കണത് ഉപയോഗിച്ചാൽ പോരെ. ഈ കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? നിങ്ങളുടെ വർക്ക് നടക്കുന്നതിനോടൊപ്പം ചെയ്യാൻ പറ്റിയ ഒരു സാമൂഹ്യ സേവനം കൂടിയാണ് ആശാ വർക്കർമാർക്ക് എടുത്ത് ഞാൻ പറയുന്നു ഈ പ്രോഗ്രാം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് 8,800 ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ 10% നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ വരും. ഇനി അത് 24 എണ്ണം ബില്ലിംഗ് ആയാൽ നമ്മൾ തന്നെ നമ്മുടെ ഐഡിയിൽ മേടിക്കുന്നു. ഒരാളെയും ചേർക്കേണ്ട, നിങ്ങൾ ഒരാളോട് നിങ്ങൾ പറയാൻ വേണ്ട. പക്ഷെ കസ്റ്റമർ എന്ന നിലയിൽ നിങ്ങൾ മേടിച്ചിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു, നമ്മൾ ഉപയോഗിക്കുന്നു. അതിന്റെ മാർജിൻ നിങ്ങൾ എടുത്തോളൂ. 24ാമത്തെ ബില്ല് വരുമ്പോൾ അത് 20% മാറും. 10% എന്നുള്ള 20% മാറും. അടുത്തത് അത് 50 ബില്ല് അടിച്ചു കഴിഞ്ഞാൽ അത് 25% മാറും. 100 ബില്ല് അടിച്ചു കഴിഞ്ഞാൽ അത് 30% മാറും. അതായത് ഒരു പ്രാവശ്യം 8,800 മേടിച്ചു, അല്ലെങ്കിൽ കമ്പനിയുടെ 44ഓളം പ്രോഡക്റ്റുകളിൽ ഏത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാട്ടോ. ഇന്നത് മേടിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. കമ്പനിയുടെ സൈറ്റിൽ കാണുന്ന ഏത് പ്രോഡക്റ്റും ബില്ലടിക്കാം. അങ്ങനെ 1 ബില്ലടിച്ച് 2 ബില്ലടിച്ച് അങ്ങനെ 24 വരെ 10%. നമ്മൾ വാങ്ങുന്നതിന് വീണ്ടും നമുക്ക് കമ്മീഷൻ, MRP DP വ്യത്യാസം വേറെ. 50 എണ്ണം ആകുമ്പോൾ, അങ്ങനെ 100 എണ്ണം ആകുമ്പോൾ 30%. പിന്നെ സ്ഥിരം നമുക്ക് 30%. ഉദാഹരണം, 1,00,000 രൂപയുടെ പ്രോഡക്റ്റ് നിങ്ങൾ ഡിസ്കൗണ്ടിൽ വാങ്ങിയ ഒരാൾക്ക് കൊടുത്താൽ 30,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ കയറും. MRP DP വ്യത്യാസം വേറെ. ജീവിക്കാൻ വേറെ എന്താ മാർഗം വേണ്ടേ? ഈ ഉൽപ്പന്നം ഓരോ വീടുകളിൽ ആവശ്യമില്ലേ? പഠിക്കുന്ന കുട്ടികൾക്ക്, സ്കൂളിൽ പോകുന്ന കുട്ടികളുള്ള വീട്ടിൽ നിങ്ങൾ ഇത് കൊടുക്ക്. ഒന്നാമത്തെ ഈ MDMA കഴിച്ച് പിള്ളേര് അറിഞ്ഞോ അറിയാതെയോ ലഹരിക്ക് അടിമപ്പെടുകയാണ്. പിള്ളേരെ കുറ്റമിട്ട് കാര്യമില്ല, അറിയാതെ എന്തെങ്കിലുമൊക്കെ ഇത് വരുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടികളുടെ ന്യൂറോ പ്രോബ്ലംസ്, അവരുടെ മെന്റൽ പ്രോബ്ലം, അവരുടെ സ്ട്രെസ്, അവരുടെ ബ്രെയിൻ ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങൾ ഈ സാധനം കൊടുക്കൂ നിങ്ങളുടെ കുട്ടികൾക്ക്. അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യും. ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്ന ഒരു ഉൽപ്പന്നമാണ് കേട്ടോ ഈ പ്രോഡക്റ്റിനെ പറ്റി ഞാനിപ്പോ വാദവരാതെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ 100 ബില്ലിംഗ് നിങ്ങൾ എപ്പോഴാകുന്നു ആ സമയത്ത് നിങ്ങൾക്ക് 30% കിട്ടുന്നതോടൊപ്പം MRP DP കിട്ടുന്നതോടൊപ്പം 9 ലക്ഷം രൂപയും കമ്പനി തരും. 9 ലക്ഷം രൂപ. ഇത് 36 മാസങ്ങളിലായി 36,000 രൂപ വീതം 25 മാസങ്ങളിലായി നിങ്ങൾക്ക് തരും. ഇത് ആരെ പറയണേ? 113 രാജ്യത്തുള്ള 20 വർഷമായ നാസ്ഡാക്കിൽ ലിസ്റ്റ് ചെയ്ത ഒരു സിൻസിനോ കമ്പനിയാണ് പറയണേ. അല്ലാണ്ട് ഇന്ത്യയിലുള്ള ഒരു സ്കീമോ ലോക്കലോ അല്ല ഇത്. 36,000 രൂപ വെച്ച് 25 മാസം നിങ്ങൾക്കൊരു സാലറി പോലെ കിട്ടും. തീർന്നില്ല. എന്നാണോ അത് 200 ബില്ലാവുന്നത്? ഒരു സമയപരിധിയില്ലാട്ടോ. 200 ബില്ല് എന്നാകുന്നുവോ അന്ന് 90,000 രൂപ വെച്ചിട്ട് മാസം തോറും നിങ്ങൾക്ക് കിട്ടും. ഒരു സാധാരണ വീട്ടമ്മയാണ് കാര്യം ഞാൻ ഈ പറയണേ. ഒരു പഠിക്കുന്ന കുട്ടി അത് സൈഡായിട്ട് ഇതൊന്ന് കൊടുക്ക്, ഉപയോഗിക്കുകയും. ഞാൻ മുൻപ് പറഞ്ഞ ആശാ വർക്കർമാരായിക്കോട്ടെ, അംഗൻവാടി ടീച്ചർമാരായിക്കോട്ടെ, സ്കൂൾ ടീച്ചർമാരായിക്കോട്ടെ, ഡോക്ടർമാരായിക്കോട്ടെ, അവരാളെ ചേർക്കാനും നടക്കില്ല. നെറ്റ്വർക്ക് അറിയില്ല അവർക്ക്. ഇപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കാം. പക്ഷെ ഇത് ഒരാളെ ചേർക്കേണ്ടത്
നിങ്ങൾ തന്നെ നിങ്ങളുടെ ഐഡിയയിൽ ബില്ലടിച്ച് കൊടുത്തോളൂ. ഇനി നിങ്ങളുടെ ലിങ്ക് വിദേശത്തിരിക്കുന്ന ഒരാൾക്ക് അയച്ചു കൊടുത്താൽ സെൻസിനോയിൽ നിന്ന് കമ്പനിയിൽ നിന്ന് സാധനം അവിടെ എത്തിച്ചോളൂ. അവര് നമ്മളൊന്നും കൊടുക്കാൻ നടക്കണ്ട. അതും നമ്മുടെ ബില്ലിംഗ് ആയിട്ട് വരും. ലിങ്ക് അയച്ചു കൊടുത്താൽ മതി, കസ്റ്റമർ ആക്കിയാൽ മതി. അങ്ങനെ 200 ആയി കഴിഞ്ഞാൽ 90,000 രൂപ വെച്ച് 25 മാസം കിട്ടും. കൂടാതെ 7 ദിവസത്തെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് സ്വപ്നം കാണാൻ പറ്റും. യൂറോപ്പ് കാണാൻ, കമ്പനിയുടെ ഓഫീസ് കാണാൻ വർഷത്തിൽ ഒരിക്കൽ ട്രിപ്പ് ഉണ്ട്, യൂറോപ്യൻ ട്രിപ്പ്. അതുകൂടാതെ 2,70,000 രൂപ പോക്കറ്റ് മണി എക്സ്പെൻസിനായിട്ടും തരും. ചിന്തിക്ക്, 1 രൂപ നിങ്ങൾ മുടക്കിയിട്ടില്ല. ഉൽപ്പന്നം വാങ്ങുക എന്ന് പറയുന്നത് കാശ് മുടക്കലല്ലോ. ഇപ്പം നിങ്ങൾ ഫോൺ മേടിച്ചപ്പോ കാശ് കൊടുത്തില്ലേ, ഫ്രിഡ്ജ് മേടിച്ചപ്പോ കാശ് കൊടുത്തില്ലേ, AC മേടിച്ചപ്പോ കാശ് കൊടുത്തില്ലേ, മിക്സ് മേടിച്ചപ്പോ കാശ് കൊടുത്തില്ലേ? അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഉൽപ്പന്നം വാങ്ങി, അതും ഡിസ്കൗണ്ടിൽ നിങ്ങളത് വിറ്റ് കാശാക്കുന്നു, ഉപയോഗിക്കുന്നു. അങ്ങനെ 200 ബില്ലായി കഴിഞ്ഞാൽ ഇതുപോലെ 7 ദിവസത്തെ ട്രിപ്പ്. ഇതാണ് ഒരു കസ്റ്റമർ ബേസ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. ഇതിപ്പോ ഏതായാലും എന്നെ കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കി കാണും. 1 രൂപ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാണ്ട് ഒരു സാധാരണ വീട്ടമ്മ ഈ തുണിക്കടയിലൊക്കെ ജോലി ചെയ്യുന്ന, സ്വർണ്ണക്കടയിൽ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന എന്തോരം സ്ത്രീകളാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കാൻ പോലും പറ്റാതെ 12,000 രൂപ 15,000 രൂപക്കാണ് ഈ മാസം പണിയെടുക്കുന്നത്. അവര് ഈ ഒരു ബിസിനസ് നിങ്ങൾ ഏറ്റെടുക്കൂ. ഇത് സർക്കാർ നിയമപ്രകാരം അംഗീകരിച്ച ഒരു ബിസിനസ് അല്ലേ സുഹൃത്തെ? നിങ്ങൾ TDS അടച്ച വൈറ്റ് മണിയല്ലേ നമ്മുടെ അക്കൗണ്ടിൽ വേണ്ടേ? പിന്നെ എന്തുകൊണ്ട് ഏറ്റെടുക്കുന്നില്ല? അറിയില്ലായിരിക്കാം. അതുകൊണ്ടാണ് ഇത് പറഞ്ഞു തരണേ, ജീവിക്കാനുള്ള മാർഗമാണ് ഈ പറഞ്ഞു തരുന്നത്. ഓക്കെ, അടുത്തത് നെറ്റ്വർക്കാണ്. ഞാൻ പറഞ്ഞു ഇത് അംഗീകരിക്കപ്പെട്ട ഒരു ബിസിനസ്സാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് ID വേറെയാണ്. മുമ്പ് പറഞ്ഞ കസ്റ്റമർ ID ആണ്. അവർക്ക് ആളെയൊന്നും ചേർക്കാൻ പറ്റില്ല, നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പാർട്ട്ണർ ID എന്ന് പറയുന്നത് ID വേറെയുണ്ട്. ഇതൊക്കെ നെറ്റിൽ നമ്മുടെ മൊബൈലിലൂടെ ആയിട്ടൊക്കെ ചെയ്യുന്നത്. നമുക്ക് 2 പാക്കേജുകളുണ്ട്. ഒരു വ്യക്തിക്ക് ആവശ്യമുള്ള പാക്കേജാണ് 28,300 എന്ന് പറഞ്ഞാൽ, ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് 2 ടെസ്റ്റ് നടത്താനുള്ള കിറ്റും 4 മാസത്തെ കോഴ്സിനുള്ള 4 ബോട്ടിലും 28,300 രൂപ. രണ്ടാമത്തെ പാക്കേജ് ഫാമിലിക്കാണ്. അതായത് ഫാമിലി ഹെൽത്ത് കിറ്റ്. ഒരു 4 പേരടങ്ങുന്ന ഒരു കുടുംബത്ത് 4 പേർക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള കിറ്റും 4 പേർക്ക് 4 മാസം ഉപയോഗിക്കാനുള്ള 16 ഓയിലും ഒരു സ്കിൻ സെറവും 1,12,600 കിട്ടും. ഇപ്പൊ എന്നെ കേൾക്കുന്നവർ കരുതും, 1,12,600 രൂപ മുടക്കണോ? ഞാൻ ചോദിക്കട്ടെ സുഹൃത്തെ, നിങ്ങളിപ്പോ ഇൻവെസ്റ്റ് ചെയ്യണത് എവിടെയാ? സ്വർണത്തിൽ, ഗോൾഡില്, റിയൽ എസ്റ്റേറ്റില്, ക്രിപ്റ്റോ കറൻസിയില്, ഷെയർ മാർക്കറ്റില്, ഇതൊക്കെയല്ലേ ചെയ്യണേ? യഥാർത്ഥത്തിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എവിടെയാണ് സുഹൃത്തെ? നിങ്ങളുടെ ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്യും. നിങ്ങളുടെ ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ അസറ്റ്. അല്ലെങ്കിൽ ഇതെല്ലാം ഉണ്ടാക്കി വരുമ്പോഴേക്കും ഇത് മുഴുവൻ ആശുപത്രിക്കാർ കൊണ്ടുപോകും. ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കാം ആദ്യം. ഇൻവെസ്റ്റ്മെന്റ് ഗോൾഡിലോ റിയൽ എസ്റ്റേറ്റിലോ ഷെയർ മാർക്കറ്റിലോ അല്ല ചെയ്യേണ്ടത്. ഒരു വിഹിതം നിങ്ങൾ മാറ്റണം. എല്ലാം കൂടി ചെയ്യാനല്ല, ഒരു വിഹിതം. 1,12,600 രൂപ നിങ്ങളുടെ 4 പേരടങ്ങുന്ന കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി, മെഡിക്കൽ ബില്ലില്ലാതിരിക്കാൻ, ആരോഗ്യത്തോടെ ജീവിക്കാൻ, സന്തോഷത്തോടെ ജീവിക്കാൻ നിങ്ങൾ 1 ടൈം മുടക്ക്. ആ 4 പേര് കുടുംബത്തില് 1,12,000. അപ്പൊ ഒരു ഫാമിലിക്കുള്ളതും സിംഗിൾ വ്യക്തിക്കുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ കൂടെ പ്ലസ് ഇട്ട് പറഞ്ഞിട്ടുണ്ട് 35,600 രണ്ടിലും കൊടുത്തിട്ടുണ്ട്. ഇത് കസ്റ്റമർ പർച്ചേസാണ്. ഈ ബിസിനസ് ചെയ്യുന്നവർക്ക് അത് ബാങ്കുകൾ മുന്നോട്ട് പോയി വരുമാനം കിട്ടാൻ കസ്റ്റമർ പർച്ചേസും ചെയ്തിരിക്കണം എന്ന് കരുതി 2 ചെയ്താൽ മതി. 28,300 അടിക്കുന്ന ഒരു വ്യക്തിക്ക് 35,600 4 പ്രാവശ്യമായിട്ട് 8,800 പർച്ചേസ് ചെയ്താൽ മതി. ആ 8,800 × 4 35,600. അത് 2 കൂടി കൂട്ടി 63,900 ആണ്. 1,12 കൂടെ 35,600 കൊണ്ട് കൂട്ടി 1,42,200. ഇതാണ് ശരിക്കും പാക്കേജ്. അത് ഓരോ ആഴ്ചകളിലായിട്ട് നിങ്ങൾക്ക് വാങ്ങാം. ഈ 4 പർച്ചേസ് ചെയ്യാനുള്ളത്. ഇതൊരു 120 ദിവസത്തെ ഒരു ക്യാമ്പയിനാണ്. കമ്പനിയുടെ ഒരു ഹെൽത്ത് പ്ലാനാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകും. നോക്കിക്കോളൂ. നിങ്ങൾ 35,600 പ്രോഡക്റ്റ് ഒന്നിച്ച് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഇത് വാങ്ങാം 35,600. അതിനുശേഷം 28,300 അടിച്ചാൽ മതി. 35,600 എന്ന് പറയുമ്പോൾ 8 പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് കിട്ടും. 56,000 രൂപയുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും. അത് വാങ്ങുമ്പോൾ തന്നെ 12,000 രൂപ നിങ്ങൾക്ക് ബോണസ് ആയിട്ട് പിറ്റേ ആഴ്ച തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ വരും. അതായത് 9,000 രൂപ ഒരു മാസത്തിനുള്ളിൽ 4 പർച്ചേസ് ചെയ്തതുകൊണ്ട് ഫാസ്റ്റ് ട്രാക്ക് ബോണസും, സെൽഫ് പർച്ചേസ് നമ്മൾ തന്നെ പർച്ചേസ് ചെയ്തുകൊണ്ട് നമുക്ക് തന്നെ ക്യാഷ് ബോണസ് 3,000.
അങ്ങനെ 12,000 രൂപയാണ് നമുക്ക് കിട്ടുക. 35,600 പ്രോഡക്റ്റ് ഒന്നിച്ചും വാങ്ങാം. അത് 4 ആഴ്ചകളിലായിട്ട് ഓരോന്നായിട്ടും വാങ്ങാം. അപ്പൊ 12,000 രൂപ നമുക്ക് അടുത്ത ആഴ്ച വരുമാനം കിട്ടി. അത് കഴിഞ്ഞ ശേഷം ആ 12,000 കൂടി കൂട്ടിയിട്ട് 28,300 ചെയ്യുക, അല്ലെങ്കിൽ 1,12,600 എടുക്കുക. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് 1,12,600 എന്തുകൊണ്ടാണ്? ഇത് ഹെൽത്തിൽ കോൺഷ്യസ് ആയ കാശ് കയ്യിലുള്ളവർക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാനുള്ള കൊതിയുണ്ടാവും. ഇപ്പൊ സാധാരണക്കാരൻ എന്ത് ചെയ്തിരിക്കണം? എവിടെയെങ്കിലും വീണ് ചാവട്ടെ എന്ന് പറയും. കാരണം എന്താ? ഒന്നുമില്ല, കയ്യൊന്നും ഇല്ല, മുകളിലോട്ട് നോക്കിയാൽ ആകാശം, താഴെ നോക്കിയാൽ ഭൂമി, ഒന്നുമില്ല. അപ്പൊ പിന്നെ എവിടെയെങ്കിലും വീട് എത്താൻ കുഴപ്പമൊന്നുമില്ലോ. അങ്ങനെ ചിന്തിക്കുന്ന അയ്യോ ഭാവങ്ങളും ഉണ്ടാവുമല്ലോ നമ്മുടെ കൂടെ. പക്ഷേ പൈസ ഉള്ളവർ പൈസ കൊടുക്കാൻ തയ്യാറാണ്. അവർക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്. അവരെ സംബന്ധിച്ച് 1,12,600 ഒന്നുമല്ല. ഇത് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോണ ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, അവിടെയൊക്കെ 1,12,600 എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. നമുക്കല്ലേ വലിയ പൈസയായിട്ട് തോന്നുന്നു. അങ്ങനെയെങ്കിൽ 1,12,600 എടുക്കുന്ന ഒരു വ്യക്തി നെറ്റ്വർക്കിലൂടെ 2 പേരെ നിങ്ങൾ ഒരു മാസത്തിനുള്ളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ, ഒരു മാസമുണ്ട്, 30 ദിവസമുണ്ട്. നിങ്ങൾ ഇന്ന് ഐഡിയ അടിച്ച് 2 പേരെ 1,12,600 ഫാമിലി പാക്ക് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് 70,000 രൂപയാണ്. 70,000 രൂപ. ആ 70,000 രൂപ എങ്ങനെ കിട്ടി? ഞാൻ മുമ്പ് പറഞ്ഞു, ഇതൊരു ഹൈബ്രിഡ് ആൻഡ് പ്രോഗ്രസീവ് മാർക്കറ്റിംഗ് സിസ്റ്റമാണ്. 5 ബോണസുകൾ ഒരേ ടൈമിൽ വർക്ക്ഔട്ട് ആവും. എന്നെ കേൾക്കുന്നതിൽ പലരും ഈ ബൈനറി എന്ന് പറയുന്ന സാധനം ചെയ്തവരുണ്ടാവും. അത് അപ്പുറം വരുമ്പോൾ ഇത്ര രൂപ കിട്ടും, അല്ലാതെ വേറെ ഒന്നോട് പറയാനില്ല. പക്ഷെ ഇവിടെ നടക്കുന്ന വോളിയത്തിന്റെ ബേസ് ചെയ്ത് 5 ബോണസുകൾ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യും. അത് 70,000 എങ്ങനെയൊക്കെയാണെന്ന് ഇതിന്റെ PDF ഫയലൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അതിപ്പോ സമയക്കുറവുകൊണ്ട് ഞാൻ വിശദമാക്കുന്നില്ല. ഇനി ആ 2 പേർക്കും 2 പേരെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ 2 പാക്കും കൂടി പ്രൊമോട്ട് ചെയ്യാൻ സഹായിച്ചാൽ അവർക്കും 70,000 രൂപ കിട്ടും. നമ്മളെ സംബന്ധിച്ച് 1,70,000 രൂപ കിട്ടും. എങ്ങനെയാണ് ഈ 1,70,000 കിട്ടുന്നതെന്ന് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പുറം വരുമ്പോൾ എത്ര കിട്ടുമെന്നല്ല ചോദിക്കേണ്ടത്. വോളിയത്തിന് 5 ബോണസുകൾ ഒരേ സമയം വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ റാങ്കുകൾ, സിൽവർ റാങ്ക്, ബ്രോൺസ് റാങ്ക്, ഗോൾഡ് റാങ്ക് ഒക്കെ പിടിക്കും. ചുരുക്കി പറഞ്ഞാല് 6 പേര് നമ്മുടെ ടീമിൽ വരുമ്പോൾ 2,40,000 രൂപയും കിട്ടും. 2,40,000 രൂപയുടെ പ്രോഡക്റ്റും കിട്ടും. 1,12,000 നിങ്ങൾ മുടക്കിയ പൈസ 13ാമത്തെ മാസം തിരിച്ചും കിട്ടും. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഞാൻ ഒന്നും കൂടി പറയും. നിങ്ങൾ 1,12,000 രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ 2,40,000 രൂപയുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരുന്നുണ്ട് കമ്പനി. 2 പേരെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ 70,000 രൂപ കിട്ടും. അവർക്ക് 2 പേരെ കൊണ്ടുവരാൻ സഹായിച്ചു കൊടുത്താൽ 1,70,000 കിട്ടും. മൊത്തം 2,40,000 ക്യാഷ് ആയിട്ട് കിട്ടി. പ്രോഡക്റ്റ് 2,40,000. നിങ്ങൾ ആദ്യം മുടക്കിയ 1,12,000 രൂപ 13ാമത്തെ മാസം റീഫണ്ടബിൾ ആണ്, തിരിച്ചു കിട്ടും. ചിന്തിക്കാൻ പറ്റും, തിരിച്ചു കിട്ടും. ഇത് ഗ്ലോബൽ പ്ലാനാണ് കമ്പനിയുടെ, ഗ്ലോബൽ പ്ലാൻ. അപ്പൊ നമ്മൾ 1,12 എന്തിനുണ്ട്? ഇത് ബിസിനസ്സും കാശുള്ളവരുടെ അടുത്തും ഈ ബിസിനസ് എത്തിക്കും. ഒരു എലൈറ്റ് ഗ്രൂപ്പിലേക്ക്, ഒരു പ്രീമിയം കാറ്റഗറിയിലേക്ക് ബിസിനസ് കൊണ്ടുപോകണം. അല്ലാണ്ട് മോശപ്പെട്ടവരും ഈ അയ്യോ ഭാവങ്ങൾ ചെയ്യുന്ന ബിസിനസ് അല്ല എന്നല്ല, ഇനി ഹൈ പ്രൊഫൈൽ ഉള്ളവർ ചെയ്യുന്ന ബിസിനസ് ആയിട്ട് മാറാൻ പോവാണ്. അത് സിൻസിനോ തുടക്കമിടുന്നു. ഈ രാജ്യത്ത് പണം കിട്ടും, ആരോഗ്യം കിട്ടും. അടുത്ത റാങ്കുകൾ ഓരോന്നോരോന്നായിട്ടും എക്സിക്യൂട്ടീവ് റാങ്ക് ആകുമ്പോൾ നമുക്ക് മിനിമം 1,00,000 മുകളിൽ മാസ വരുമാനം, ആഴ്ചയിലും വരുമാനം ഉണ്ടാകും. അവിടെ നമുക്ക് ഫോൺ ബോണസ് ആയിട്ട് 36,000 രൂപ കിട്ടും. ആ ഒരു എക്സിക്യൂട്ടീവ് റാങ്ക് പിടിച്ചാൽ മതി, 36,000 രൂപ ഫോൺ ബോണസ് കിട്ടും. എക്സിക്യൂട്ടീവ് റാങ്ക് പിടിച്ചാൽ 36,000 രൂപ ആ ബോണസ് ഉണ്ട്. പ്ലാറ്റിനം ആണെങ്കിൽ 2,00,000 രൂപ മാസ വരുമാനം ഉണ്ടാകും, ആഴ്ചയിൽ വരുമാനം കൂടാതെ. ഫോൺ ബോണസ് 36,000-ഉം പ്ലാറ്റിനം റാങ്ക് വന്നതുകൊണ്ട് 72,000-ഉം. ഡയമണ്ട് എന്ന് പറയുന്ന പൊസിഷൻ ആണ് ഒരു ടേണിംഗ് പോയിന്റ്, ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയാം. ആവറേജ് 4-5 ലക്ഷം രൂപ ഉണ്ടാവും. ഫോൺ ബോണസ് 36,000, കാർ ബോണസ് 90,000 രൂപ ഓരോ മാസവും കിട്ടും. ആ റാങ്ക് മെയിൻറ്റെയിൻ ചെയ്താണ്. അത് ഓട്ടോമാറ്റിക്കലി താഴെ ടീം വരുമ്പോൾ ഓടിയും കയറുമ്പോൾ വരുമല്ലോ. ഡയമണ്ട് റാങ്ക് പിടിച്ചാൽ 1,35, 1,35,000. അതുപോലെ തന്നെ ഡയമണ്ട് കഴിഞ്ഞാൽ ഡയറക്ടറാണ്. അവിടെയും നമുക്ക് കാർ ബോണസ് ഉണ്ട്, ഫോൺ ബോണസ് ഉണ്ട്, ഇന്റർനാഷണൽ ട്രിപ്പ്. ഡയറക്ടർമാർക്ക് എല്ലാ വർഷവും ട്രിപ്പ് ഉണ്ട്, യൂറോപ്യൻ ട്രിപ്പൊക്കെ. കൂടാതെ 2,70,000 രൂപ പോക്കറ്റ് മണിയും തരും. അതുകൂടാതെ നമുക്ക് ഡയമണ്ട് ഡയറക്ടർ, ക്രൗൺ, റോയൽ ക്രൗൺ, ബ്ലാക്ക് ക്രൗൺ, അംബാസഡർ, റോയൽ ക്രൗൺ, ബ്ലാക്ക് ക്രൗൺ, പ്രസിഡന്റ്. നിങ്ങൾ ലാസ്റ്റ് കാണുന്ന 4ാമത്തെ നോക്കുക,
പ്രസിഡന്റ്. ഇത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണോ? ഒരു എസ്കലേറ്ററിലെ പോലെ ഓട്ടോമാറ്റിക്കലി ബിസിനസ് എടുക്കുമ്പോൾ നമ്മൾ റാങ്കുകൾ ഉയർന്നോളും. പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പനിയുടെ ഉടമസ്ഥാവകാശം കിട്ടും. ഞാൻ ആമുഖമായിട്ട് പറഞ്ഞു, ഇത് നാസ്ഡാക്കിൽ ലിസ്റ്റ് ചെയ്ത പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്, ഒരു വ്യക്തിയുടെ അല്ല. ഈ കമ്പനിയുടെ ബിസിനസിന്റെ 85% ഇവിടെ ജനങ്ങൾക്ക് പേ ഔട്ട് കൊടുക്കുകയാണ്. ഇവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഷെയർ മാർക്കറ്റിലാണ്. നമ്മളും ഇതിന്റെ ഉടമസ്ഥരായി മാറുകയാണ്. പ്രസിഡന്റ് റാങ്കിൽ 2 കോടി രൂപയുടെ ഷെയർ കമ്പനി നമ്മുടെ പേരിൽ തരും. എന്ന് പറഞ്ഞാൽ സിൻസിനോ ഗ്ലോബലിന്റെ ഒരു ഉടമസ്ഥാവകാശം നമുക്ക് കിട്ടി. ഏത് കമ്പനിയിലാണ് പറഞ്ഞേക്കണേ? അങ്ങനെ എത്രയോ വർഷമായി എന്നെ കേൾക്കുന്നവർ ഈ ബിസിനസ് ചെയ്തിട്ടുണ്ട്. എവിടെയാ? ഐഡി പോലും ഇല്ല. എപ്പോ പിഴക്കി കളഞ്ഞു ചോദിച്ചാൽ മതി. പ്ലാൻ മാറ്റിയും അങ്ങോട്ട് പറിച്ചു നട്ടും ഇങ്ങോട്ട് പറിച്ചു നട്ടും മൊത്തം പ്രശ്നം ഉണ്ടായി. നിന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സ്ഥിരതയുണ്ടോ? പാസീവ് ഇൻകം എന്ന വാക്കുച്ചരിക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഉള്ള കമ്പനികൾ ചെയ്തിട്ട് എത്രയോ വർഷം നമ്മൾ നഷ്ടപ്പെട്ടു പോയി. പക്ഷെ ഇന്റർനാഷണൽ കമ്പനി നിൽക്കുമ്പോഴുള്ള ഗുണം, നമുക്ക് നിലനിന്ന് ചെയ്യാൻ പ്രതീക്ഷയോടുകൂടി. അവിടെ പ്ലാനും മാറ്റില്ല, അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രീ മാറ്റിയടിക്കില്ല, തോന്നിയമായ തീരുമാനം എടുക്കില്ല. ഇവിടുത്തെ ഓരോ കമ്പനികളും ഓരോ വ്യക്തികളും തീരുമാനം എടുത്ത് ചെയ്യല്ലേ? ആര് ചോദിക്കാൻ? നമ്മുടെ ജീവിതവും നമ്മുടെ സമയവും പാഴായി പോയല്ലേ? അടുത്ത റാങ്ക് എലൈറ്റ് പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ മിനിമം 68 ലക്ഷം രൂപ 70 ലക്ഷം ഉണ്ടാവും മാസം. ആ സമയത്ത് 3 കോടി രൂപയുടെ ഷെയർ കൂടി കിട്ടും. അപ്പൊ 5 കോടി രൂപയുടെ ഷെയർ ആയി. അടുത്തത് ഗ്ലോബൽ പ്രസിഡന്റ്, മിനിമം 1 കോടി രൂപ മാസം വരുമാനം ഉണ്ടാവും. 1 കോടി രൂപ മാസം വരുമാനം ഉണ്ടാവും. ആ സമയത്ത് 5 കോടി രൂപയുടെ ഷെയർ കൂടി കമ്പനി തരും. നിങ്ങളൊന്ന് ആലോചിച്ചു പോകും. നാസ്ഡാക്കിൽ ലിസ്റ്റ് ചെയ്ത കമ്പനിയുടെ ഷെയർ ഹോൾഡറാണ് ഞാനെന്ന് പറയാൻ എന്ത് അഭിമാനമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ തലമുറയിൽ രക്ഷപ്പെടൂലേ? ഓർക്കൂലേ? വരുമാനം എന്താണ്? 1 കോടിയൊക്കെ മാസം കിട്ടുന്നത്. ഇതിവിടെ സുഹൃത്ത്, ഞാൻ 1 കോടി മാസം എന്നൊക്കെ പറയുമ്പോൾ വിശ്വസിക്കാത്തവർ എന്നെ കാണുന്നവരുണ്ടാവും. ഇന്ന് കേരളത്തിൽ 1 കോടി രൂപ വരുമാനം മേടിക്കുന്നവരുണ്ട്. ഈ കമ്പനിയിലല്ല. 1 കോടി രൂപ മാസം മേടിക്കുന്നവർ ഇന്നുണ്ട് ഇവിടെ. ഇന്ത്യയിൽ എത്രയോ ആളുകളുണ്ടെന്നറിയാമോ? അടുത്ത 10 വർഷത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരുണ്ടാകാൻ പോകുന്നത് ഡയറക്ട് സെല്ലിംഗ് മേഖലയിലാണ്. ഇത് സർവേയാ, മാർക്കറ്റ് സർവേ. ചുമ്മാ പറഞ്ഞ എല്ലായിട്ടൊന്നും. ഇതൊക്കെ ലോകത്ത് സംഭവിച്ചു കഴിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും 2 നെറ്റ്വർക്ക് കമ്പനിയുടെ ഉടമസ്ഥരാണെന്ന് എത്ര പേർക്കറിയാം? ആ ബിസിനസിനെ ഇവിടെ വികലമായി തള്ളിപ്പറയേണ്ടത് ഓരോരുത്തര് ഇത്രയും കാലം ഇവിടെ നിയമമില്ലാതെ കഷ്ടപ്പെടുത്തിയത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇതൊരു കരിയർ പ്ലാനാണ്. ആഴ്ചയിലും മാസത്തിലും വരുമാനം കിട്ടും. കൈ നിറച്ച് പണം നമുക്ക് കിട്ടുന്ന ഒരു ബിസിനസ്സാണ്. ഇതേപോലെ പണം കുമിഞ്ഞു കൂടുന്ന ഒരു ബിസിനസ്സാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ആരും നിർബന്ധിക്കില്ല. ഇത് ഓപ്പർച്യൂണിറ്റിയാണ് ദൈവം തരുന്നത്. ആരോഗ്യ രംഗത്ത് നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾക്ക് കിട്ടുന്ന പണമാണ്, ദൈവാധീനമുള്ള പണമാണ് കേട്ടോ കിട്ടുന്നത്. ഒരുപാട് പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുത്ത് ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകരായി മാറാൻ പോവാണ്. ആരോഗ്യ പ്രവർത്തകരായി മാറാൻ പോവാണ്. ഈ ഒരു ഫോക്കസിങ് നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. ഏതായാലും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുകയാണ്. കാരണം ഇത് കേൾക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ആരെങ്കിലും മുഖേനയായിരിക്കാം ഈ ലിങ്ക് അയച്ചു തന്നത്. ചിലപ്പോൾ നിർബന്ധിച്ചിട്ടായിരിക്കും നിങ്ങൾ കയറിയത്. ഈ 1 മണിക്കൂർ സംതിങ് ഞാൻ ചെയ്ത ഈ പ്രോഗ്രാമിലൂടെ എന്തെങ്കിലും നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സാധനം നിങ്ങൾക്ക് കയറിയിട്ടുണ്ടെങ്കിൽ, തലയിൽ കയറിയിട്ടുണ്ടെങ്കിൽ, ഞാൻ തന്നെയാണ്. ഇത് ബുധനാഴ്ച ദിവസവും ഞായറാഴ്ച ദിവസവും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കും. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണം. നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കുന്ന ആശയം ജനങ്ങളിലേക്ക് എത്തിക്കണം. അതിന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കണം. കാലഘട്ടം മാറി, AI ടെക്നോളജിയുടെ കാലമാണത്. അങ്ങനെ നിങ്ങൾ എത്തിക്കുമ്പോഴാണ് അവരും ഇതിനെക്കുറിച്ച് അറിയുന്നതും അവരെ ഈ പ്രോഗ്രാമിലേക്ക് കയറ്റുകയും ഈ ഓപ്പർച്യൂണിറ്റി പറഞ്ഞു കൊടുക്കുകയും ഒരു കസ്റ്റമർ എന്ന നിലയിൽ അവർ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്നവർ അങ്ങനെ തന്നെ നിൽക്കട്ടെ, ബിസിനസ് ചെയ്യേണ്ടവർ ഈ അവസരവും കാണിച്ചു കൊടുത്ത് ഈ സമൂഹത്തിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ. ഇതുപോലെ ഈ ചെറുപ്പക്കാർ വഴിവിട്ട് തെറ്റിപ്പോണതിന്റെ കാരണം അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ജോലി കിട്ടാനുള്ള സാധ്യതയില്ല. ജോലി കിട്ടാതെ തന്നെ ജോബ് സെക്യൂരിറ്റി ഇല്ല. പുറം രാജ്യങ്ങളിലേക്കുള്ള അവസരങ്ങൾ കുറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ അവരെ സംബന്ധിച്ച് അവർ ഫ്രസ്ട്രേറ്റഡ് ആണ്. അവരാകെ പ്രശ്നത്തിലാണ്. അവർക്കൊരു വഴി കാണിച്ചു കൊടുക്കൂ. നിങ്ങൾ ഇതുപോലുള്ള അവസരങ്ങൾ കാണിച്ചു കൊടുക്കൂ, രക്ഷപ്പെടട്ടെ. ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, 30 വർഷം ജോലി ചെയ്യാനല്ല നിങ്ങൾ ഇനി ശ്രമിക്കേണ്ടത്. നിങ്ങൾ 30 വർഷം ജോലി ചെയ്യാനല്ല പഠിക്കേണ്ടത് അല്ലെങ്കിൽ ശ്രമിക്കേണ്ടത്. 3 വർഷം ജോലി ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി. ഇത് നിങ്ങളുടെ ബിസിനസ്സാണ്, ഓൺ ബിസിനസ്സാണ്. 3 വർഷം ചെയ്യുക, 30 വർഷം മുന്നോട്ട് എൻജോയ് ചെയ്യുക, ജീവിതം അടിച്ചു പൊളിക്കുക. കാശ് കയ്യിൽ വന്ന് അടിച്ചു പൊളിച്ച് ജീവിച്ചൂടെ? ഇത് 30 വർഷം പണിയെടുത്തിട്ട് പ്രാരാബ്ദം തീരണില്ലല്ലോ, പ്രശ്നം തീരണില്ലല്ലോ, ആത്മഹത്യകൾ കൂടെയല്ലേ?
പ്രതീക്ഷയുള്ള ഒരു വ്യവസായമാണ് ഞാൻ ഈ പരിചയപ്പെടുത്തിയത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആരാണോ ലിങ്ക് അയച്ചു തന്നത് അവരുമായി സംസാരിച്ച് ഇതിന്റെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി നിങ്ങൾ ഇതിന്റെ പാത തുടരുക. ഇപ്പൊ ഒരു മലേഷ്യ ട്രിപ്പ് വെച്ചിട്ടുണ്ട്, കുറച്ച് 10-15 പേര് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അടുത്തത് യൂറോപ്പ് ട്രിപ്പാണ്. ഏപ്രിൽ 30-ാം ഡയമണ്ട് പിടിക്കുന്നവർക്ക് യൂറോപ്പിലേക്കുള്ള ഒരു ട്രിപ്പ് വെച്ചിട്ടുണ്ട്. അത് നാളെ ഇന്ന് 26-ആയി, അടുത്ത ഇനി 1 മാസം ചില്ലറയുണ്ട്. നിങ്ങൾ കൂട്ടായി പരിശ്രമിക്കുകയാണെങ്കിൽ യൂറോപ്പ് ട്രിപ്പ് നിങ്ങൾക്ക് കിട്ടും. നമുക്ക് ഒന്നിച്ച് യൂറോപ്പിലേക്ക് ഒരു ഫ്ലൈറ്റ് യാത്ര നടത്താം, എൻജോയ് ചെയ്യാം. 2,70,000 രൂപ പോക്കറ്റ് മണിയും കിട്ടും. നമുക്ക് എൻജോയ് ചെയ്ത് ജീവിക്കാനുള്ള ആരോഗ്യവും ആയുസ്സും അങ്ങനെയുള്ള ഒരു രാജ്യത്തെടുക്കാൻ സ്റ്റിൽസിനോ ഗ്ലോബലിലൂടെ ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഗുഡ് നൈറ്റ്, താങ്ക് യു.